السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ളയുടെ ഉസൂലുസ് സുന്ന എന്ന റിസാലയാണ് നമ്മൾ വായിച്ചു വരുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസങ്ങൾ വിവരിക്കുന്ന ഈ റിസാലയിൽ ഇന്ന് ആദ്യം നമുക്ക് വായിക്കാനുള്ളത് ഈമാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അൽ ഈമാനു ഖൗലുൻ വ അമൽ യസീദു വ യൻഖുസ്. ഈമാൻ എന്ന് പറയുന്നത് സംസാരവും പ്രവർത്തനവും ഉൾപ്പെടുന്നതാണ് എന്നും അത് കൂടുകയും കുറയുകയും ചെയ്യും എന്നുമുള്ള അടിസ്ഥാനമാണ് സഹോദരങ്ങളെ ഇന്നാദ്യമായി നമ്മൾ വായിക്കുന്നത്. قال الإمام أحمد رحمه الله والإيمان قول وعمل يزيد وينقص كما جاء في الخبر أكمل المؤمنين إيمانا أحسنهم خلقا. അദ്ദേഹം പറഞ്ഞു, ഈമാൻ എന്നുള്ളത് സംസാരവും പ്രവൃത്തിയും ഉൾക്കൊള്ളുന്നതാണ്. അത് കൂടുകയും കുറയുകയും ചെയ്യും. ഹദീസിൽ വന്നതുപോലെ അക്മലുൽ മുഅ്മിനീന ഈമാന അഹ്സനുഹും ഖുലുഖ. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പൂർണ്ണതയുള്ള ഈമാനുള്ളത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസും അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് തെളിവായി കൊണ്ടുവന്നിരിക്കുകയാണ്. സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ അടിസ്ഥാനപരമായ വിശ്വാസമാണ് ഈമാൻ എന്ന് പറഞ്ഞാൽ. വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് കേവലം ഹൃദയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കാര്യമല്ല. മുർജിയാക്കളെ പോലെയുള്ള ബിദ്അത്തിന്റെ ആളുകൾ അവർ പറയുന്നത് വിശ്വാസം അത് ഹൃദയത്തിലാണ്. ബാഹ്യമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വിശ്വാസത്തിൽ വർധനവോ അല്ലെങ്കിൽ ഉള്ളതിൽ കുറഞ്ഞു പോകുകയോ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല എന്നാണ് അവർ പറയുന്നത്. എന്നാൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ അവർ പറയുന്നു, വിശ്വാസം എന്ന് പറയുന്നത് ഒരൊറ്റ ഭാഗമല്ല. വിശ്വാസം എന്ന് പറയുന്നത് ഒരൊറ്റ ഭാഗമല്ല, അത് മൂന്നായി വേർതിരിച്ചത് കാണാം. ഒന്ന്, നാവ് കൊണ്ടുള്ള നമ്മളെ സംസാരം, അത് വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഹൃദയത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അത് വിശ്വാസത്തിൽപ്പെട്ടതാണ്. അതുപോലെ നാം ചെയ്യുന്ന നമ്മുടെ പ്രവർത്തനങ്ങളും വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഈ മൂന്ന് കാര്യങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. അല്ല, വിശ്വാസം തന്നെ ആകുന്നത് അപ്പോഴാണ്. അതിലേതെങ്കിലും ഒന്ന് മറ്റൊന്നിന് പകരമാകുകയില്ല. ഏതെങ്കിലും ഒന്ന് ഇല്ലാതായാൽ വിശ്വാസം തന്നെ ഇല്ലാതാകുന്നതാണ് എന്ന കാര്യത്തിൽ സഹോദരങ്ങളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് ഏകാഭിപ്രായമുള്ള കാര്യമാണ്. എന്നാൽ അവരിൽ ചിലർ അവർ പറയുന്ന ചില ഇബാറത്തുകളിൽ, അവർ പറയുന്ന ചില വാക്യങ്ങളിൽ വ്യത്യസ്ത ശൈലികളുണ്ടെങ്കിലും അവരെല്ലാവരും ഈമാൻ എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളും ഉൾക്കൊള്ളേണ്ടതാണ് എന്ന കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അതായത് അൽ ഈമാനു നുത്ഖും മഅൽ ഖുദ്റ, കഴിവുള്ളവൻ അത് നാവ് കൊണ്ട് പ്രഖ്യാപിക്കേണ്ടതാണ്. വഇഅ്തിഖാദുൻ ജാസിം, ഉറച്ച വിശ്വാസം ഹൃദയത്തിൽ ഉണ്ടാകണം. വഅമലുൻ ളാഹിറുൻ മുസദ്ദിഖ്, അതുപോലെ അവന്റെ വിശ്വാസത്തെ സത്യപ്പെടുത്തുന്ന പ്രവർത്തനം അവന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. ഇതെല്ലാം ഈമാനിന്റെ ഭാഗമാണ് എന്നാണ്. ഇപ്പൊ അയാൾക്ക് കഴിവുണ്ടായിട്ടും, അതായത് അയാൾ ഊമയല്ല, സംസാരിക്കാൻ കഴിയുന്നവനാണ്, നാവിന് യാതൊരു കുഴപ്പവുമില്ല, എന്നിട്ടും അയാൾ ഈമാൻ ഉച്ചരിക്കുന്നില്ല എങ്കിൽ അയാൾ മുസ്ലിമല്ല. അയാൾ പറയുകയാണ്, ഞാൻ ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു, അംഗീകരിക്കുന്നു, അങ്ങനെ ചില നല്ല നല്ല പ്രവർത്തനങ്ങളിൽ അയാൾ ഏർപ്പെടുന്നു, അയാൾ ഇസ്ലാമിനെ വാനോളം പുകഴ്ത്തുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വാനോളം പുകഴ്ത്തുന്നു. പക്ഷേ അയാളുടെ നാവ് കൊണ്ട് അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നവൻ പറഞ്ഞിട്ടില്ല എങ്കിൽ അവൻ മുസ്ലിമല്ല, വിശ്വാസിയല്ല എന്നാണ്. പലരും ഈ ഒരു കാര്യം മനസ്സിലാക്കാത്ത ആളുകളാണ്. അവിശ്വാസികളിൽപ്പെട്ട ആരെങ്കിലുമൊക്കെ ഇസ്ലാമിനെ കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പുകഴ്ത്തി പറയുമ്പോൾ
അതെങ്ങും പ്രചരിപ്പിക്കാനും മറ്റുമൊക്കെ ആളുകൾ വലിയ തിരക്കിലാണ്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന വ്യക്തി ഇസ്ലാമിനെ കുറിച്ച് ഇത്രയെല്ലാം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് അവൻ ഇസ്ലാം അംഗീകരിക്കുന്നില്ല? എന്തുകൊണ്ട് അവൻ ഇസ്ലാം ഉൾക്കൊണ്ടുകൊണ്ട് അത് ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ അവന് സാധിക്കുന്നില്ല? അതുകൊണ്ട് സഹോദരങ്ങളെ, ഈമാൻ എന്ന് പറഞ്ഞാൽ അതിൽ ഒന്നാമതായിട്ട് അത് നുത്ഖുൻ മഅൽ ഖുദ്റ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത്. ചിലരുണ്ടാകാം, ഊമകൾ ഉണ്ടാകാം, അവർക്ക് ഷഹാദത്ത് ചൊല്ലി പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് മാത്രമാണ് മഅൽ ഖുദ്റ എന്ന് പറഞ്ഞത്. എൻ സഹോദരങ്ങൾ, ആരെങ്കിലുമൊക്കെ നാവ് കൊണ്ട് പറഞ്ഞു പക്ഷെ അവന്റെ ഹൃദയത്തിലില്ല എങ്കിൽ അവന് മുഅ്മിനല്ല. മുനാഫികളുടെ പോലെ. മുനാഫികളെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നവരാണ്. അവർ പറഞ്ഞു, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അവർ പറയുന്നു, മുനാഫിക്കുകൾ അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. പക്ഷെ അള്ളാഹു തആല പറയുന്നു, അവർ ഈമാനുള്ള ആളുകളല്ല. അപ്പൊ അത് ഹൃദയത്തിൽ അവർക്ക് വിശ്വാസമില്ല. ബാഹ്യമായ നേട്ടങ്ങൾക്ക് വേണ്ടി, ഭൗതികമായ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ നാവ് കൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ അവർ മുഅ്മിനീങ്ങളല്ല, കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടായിരുന്നില്ല എന്നാണ്. ഇനി ഒരാൾ സഹോദരങ്ങളെ വിശ്വസിക്കുകയും അത് നാവ് കൊണ്ട് പറയുകയും ചെയ്തു, പക്ഷേ അവൻ അമലിൽ അത് കൊണ്ടുവന്നിട്ടില്ല, അവനും വിശ്വാസിയല്ല എന്നാണ്. അമലിൽ അവൻ കൊണ്ടുവന്നിട്ടില്ല. അല്ലാഹു തആല അവന് നിർബന്ധമാക്കിയ അമൽ അവൻ ചെയ്യേണ്ടതുണ്ട്. ഈ വിഷയത്തിലാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഇടയിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം വന്നിരിക്കുന്നത്. അവരിൽ ചിലർ പറഞ്ഞു, അവൻ നിർബന്ധമായും ചെയ്യേണ്ട ആ കർമ്മം എന്ന് പറയുന്നത് നിസ്കാരമാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല ശേഷം പറയുന്ന കാര്യം അതാണ്. നിസ്കാരമാണ് അവൻ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ആ കർമ്മം. ആര് ആ നിസ്കാരം ഒഴിവാക്കുന്നുവോ അവൻ മുസ്ലിമല്ല, അവന്റെ ഈമാൻ ശരിയായിട്ടില്ല, അവൻ വിശ്വാസിയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇതാണ് ഏറ്റവും ശരിയായ അഭിപ്രായം. എന്നാൽ അതല്ലാത്ത അഭിപ്രായം പറഞ്ഞ് ചിലർ പറഞ്ഞു, നിസ്കാരം ഒരാൾ മടി കൊണ്ടോ മറ്റോ ഉപേക്ഷിച്ചാൽ അവൻ കാഫിറാണെന്ന് പറയാൻ സാധിക്കുകയില്ല. അവൻ ദീനിൽ മറ്റു കാര്യങ്ങളെ നിഷേധിക്കാത്തിടത്തോളം, അതായത് അള്ളാഹു നിശ്ചയിച്ച ഈ കർമ്മങ്ങൾ, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലെയുള്ള കാര്യങ്ങൾ, അതിന്റെ വുജൂബിനെ അവൻ നിഷേധിക്കാത്തിടത്തോളം കാലം അവൻ മുസ്ലിമായിട്ട് പരിഗണിക്കും എന്നാണ് വേറെ ചില അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഉള്ളിൽ തന്നെ ഉള്ള പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞത്. പക്ഷേ സഹോദരങ്ങളെ, ഏറ്റവും ശരിയായ അഭിപ്രായമായി, തെളിവിനോട് യോജിക്കുന്ന അഭിപ്രായമായി മനസ്സിലാക്കുന്നത്, വിശ്വാസം ശരിയാകണമെങ്കിൽ ഹൃദയത്തിൽ വിശ്വാസം വേണം, അത് നാവ് കൊണ്ട് പറയണം. അതുപോലെ നിസ്കാരം അവൻ നിലനിർത്തുകയും വേണം. നിസ്കരിക്കാത്തവനെ മുഅ്മിൻ എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. നോക്കൂ, സൂറത്തു തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫഇൻ താബു വഅഖാമു സ്സലാഹ വആതു സ്സകാ ഫഇഖ്വാനുകും ഫിദ്ദീൻ. ഫഇൻ താബു, ശിർക്കിൽ നിന്നും അവർ തൗബ ചെയ്താൽ, മുശ്രിക്കുകളെ കുറിച്ച് പറയുകയാണ്, ശിർക്കിൽ നിന്നും അവർ ആദ്യം തൗബ ചെയ്തു. വഅഖാമു സ്സലാഹ, പിന്നീട് പറഞ്ഞത് അവർ നിസ്കാരം നിലനിർത്തുകയും ചെയ്തു. വആതു സ്സകാ, അവർ സക്കാത്ത് കൊടുക്കുകയും ചെയ്തു. ഫഇഖ്വാനുകും ഫിദ്ദീൻ, എങ്കിൽ അവർ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിലെ സഹോദരങ്ങളാണ് എന്നാണ്. അല്ലെങ്കിൽ സഹോദരങ്ങളല്ല. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, തീർച്ചയായും വിശ്വാസികൾ മാത്രമാണ് സഹോദരങ്ങൾ. അപ്പോൾ തൗഹീദ് അല്ലാഹു തആല പറഞ്ഞു, അതോടൊപ്പം തന്നെ നിസ്കാരവും പറഞ്ഞു എന്നുള്ളതാണ്. ഒരു പക്ഷെ സംശയം ഉണ്ടാക്കുമ്പോൾ സക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സക്കാത്ത് ഒരാൾ ഒഴിവാക്കിയാൽ ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല. പക്ഷെ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകുമെന്നാണ്. അതുകൊണ്ട് തന്നെ സക്കാത്തിന്റെ വിഷയത്തിൽ സഹോദരങ്ങളെ വേറൊരു ഹദീസ് കൊണ്ട് സക്കാത്ത് ഉപേക്ഷിച്ചവൻ കാഫിറാകുകയില്ല എന്ന് തെളിഞ്ഞതിനാൽ ആ വിഷയത്തിൽ വ്യത്യാസമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സക്കാത്ത് കൊടുക്കാത്ത ആളുകളുടെ ശിക്ഷ അറിയിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്. അന്ത്യനാളിൽ സക്കാത്ത് കൊടുക്കാത്ത ആളുകൾക്ക് ലഭിക്കുന്ന ഘോരമായ ശിക്ഷയ്ക്ക് ശേഷം പിന്നീട് ആ ഹദീസിൽ കാണാം, ഫയുറ സബീലുഹു ഇമ്മ ഇലൽ ജന്ന വ ഇമ്മ ഇലൻ നാർ. പിന്നീട് അവന്റെ വഴി അവന് കാണപ്പെടുന്നതാണ്. അവൻ ഒന്നുകിൽ സ്വർഗത്തിലേക്കോ അല്ലെങ്കിൽ നരകത്തിലേക്കോ പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സക്കാത്ത് കൊടുക്കാത്തവന്റെ വിഷയത്തിലാണ്, അവൻ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോകാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. അതിനർത്ഥം സക്കാത്ത് ഒരാൾ ഉപേക്ഷിച്ചാലും അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് പറയാൻ
സാധിക്കുകയില്ല, ഇസ്ലാമിൽ നിന്നും പുറത്തു പോവുകയില്ല. പക്ഷേ വലിയ പാപമാണ്, വൻ പാപമാണ് അവൻ ചെയ്തിട്ടുള്ളത്. കടുത്ത ശിക്ഷ ലഭിക്കുന്ന വൻ പാപമാണ് സക്കാത്ത് ഉപേക്ഷിച്ചവൻ ചെയ്തത്. പക്ഷെ നിസ്കാരം ഉപേക്ഷിച്ചവനെ പോലെയല്ല. നിസ്കാരം ഉപേക്ഷിച്ചവൻ അവന് ഈമാനില്ല, അവൻ വിശ്വാസിയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ബൈന അർറജുലി വബൈന അശ്ശിർകി വൽ കുഫ്രി തർക്കുസ്സലാ. തീർച്ചയായും ഒരു മനുഷ്യന്റെയും ഷിർക്കിനും കുഫ്രിനും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അയാൾ നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അൽഅഹ്ദുല്ലദീ ബൈനനാ വബൈനഹും അസ്സലാ. നമുക്കും അവിശ്വാസികൾക്കും ഇടയിലുള്ള വ്യത്യാസം, ഉടമ്പടി എന്ന് പറയുന്നത് അസ്സലാ ഫമൻ തറകഹ ഫഖദ് കഫർ. ആരത് ഉപേക്ഷിച്ചുവോ അവൻ കാഫിറായി തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ധാരാളം തെളിവുകൾ സഹോദരങ്ങളെ ഈ വിഷയത്തിലുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, ലാ ഹല്ല ഫിൽ ഇസ്ലാം ലിമൻ തറക അസ്സലാ. അപ്പൊ സഹാബികൾക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയം ആണത്. നിസ്കാരം ഉപേക്ഷിച്ചവന് ഇസ്ലാമിൽ യാതൊരു ഓഹരിയും അവനില്ല. ഇസ്ലാമിൽ അവന് യാതൊരു ഓഹരിയില്ല. അവൻ പിന്നീട് മുസ്ലിം ആണെന്ന് പറയാൻ സാധിക്കുകയില്ല. അതുപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു ഷഖീഖ് താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, കാന അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യറൗന ശൈഅൻ മിനൽ ഈമാനി ലാ യറൗന ശൈഅൻ മിനൽ അഅമാലി തർക്കുഹു കുഫ്റുൻ ഗൈറ അസ്സലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ ഉപേക്ഷിച്ചാൽ കാഫിറാകുന്ന ഒരു പ്രവർത്തനത്തെയും അവർ കണ്ടിരുന്നില്ല നിസ്കാരമല്ലാതെ. അപ്പൊ നിസ്കാരമാണ് ഒരാളത് ഉപേക്ഷിക്കുക വഴി തന്നെ അയാൾ കാഫിറായി പോകുന്നത്. പിന്നീട് പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലായത് അവരെത്ര ഉപേക്ഷിച്ചാലാണ് എന്നാണ്. നിസ്കാരം പൂർണ്ണമായി ഉപേക്ഷിച്ചാലാണോ, അതല്ല ഒന്നോ രണ്ടോ നിസ്കാരം ഉപേക്ഷിച്ചാൽ തന്നെ ദീനിൽ നിന്നും പുറത്തു പോകുമോ എന്നതിലാണ് പിന്നീട് അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ളത്. മഹാനായ ശൈഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ ഒരു വക്ത് നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ തന്നെ അവൻ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മുടെ വിഷയം. നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ചാൽ അവന്റെ ഈമാനില്ല, അതായത് അയാളുടെ ഈമാനിൽപ്പെട്ട കാര്യമാണ് നാവ് കൊണ്ട് കഴിവുള്ളവൻ ഉച്ചരിക്കുക എന്നുള്ളതും ഹൃദയത്തിൽ വിശ്വാസമുണ്ടാവുക എന്നുള്ളതും അതുപോലെ അവൻ പ്രവൃത്തിപദത്തിൽ കൊണ്ടുവരിക എന്നുള്ളതും വിശിഷ്യ നിസ്കാരം. നിസ്കാരം അല്ലാത്ത എന്തുപേക്ഷിച്ചാലും എന്തമലും അവൻ ഉപേക്ഷിച്ചാലും അവനെ കാഫിറാണെന്ന് പറയാൻ സാധിക്കുകയില്ല. പക്ഷേ നിസ്കാരം അവൻ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവന് ദീനുൽ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് നാം ഈ വിഷയത്തിൽ, ഈമാനിന്റെ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഈമാൻ എന്ന് പറയുന്നത് അത് കൂടുകയും കുറയുകയും ചെയ്യും എന്നുള്ളത് ഖുർആൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. സൽപ്രവർത്തനങ്ങൾ ചെയ്യുക വഴി ഒരാളുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്. തിന്മകൾ ചെയ്യുക വഴി ഒരാളുടെ ഈമാൻ കുറഞ്ഞു കുറഞ്ഞു പോകുന്നതാണ്. ഇതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്, നമുക്ക് തന്നെ അറിയുന്ന കാര്യമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെതായ വിശ്വാസത്തിൽ ഉണ്ടാകുന്ന യഖീനും ഉറപ്പും അതുപോലെ അതിന്റെ ആസ്വാദനവും അവർക്ക് കണ്ടെത്താൻ സാധിക്കുമ്പോൾ, തിന്മകളിൽ അകപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദൃഢവിശ്വാസത്തിൽ പോലും ദുർബലത ഉണ്ടാകുകയും അതുപോലെ ധാരാളം ഞെരുക്കങ്ങൾ അവരുടെ കൽബിൽ ഉണ്ടാവുകയും ചെയ്യുന്നത് അവരുടെ ഈമാനിന്റെ കുറവാണ് അതറിയിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ധാരാളം തെളിവുകൾ ആ വിഷയത്തിൽ സഹോദരങ്ങളെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈമാൻ എന്ന് പറയുന്നത് ഖൗലുൻ വ അമലുൻ, അതുപോലെ തന്നെ അത് നമ്മുടെ കൽബിലുള്ള വിശ്വാസവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ കുറിച്ച് അതിന്റെ ശാഖകളെ കുറിച്ച് പറഞ്ഞ ഹദീസിൽ ഇതിന് വ്യക്തമായ തെളിവുണ്ട്. അവിടുന്ന് പറഞ്ഞു, അൽ ഈമാനു സിത്തും അൽ ഈമാനു ബിദ്ഉ വസബ്ഊന ശുഅബ. ഈമാൻ എന്ന് പറയുന്നത് 70-ൽ പരം ശാഖകൾ അതിനുണ്ട്. അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിലേറ്റവും മുന്തിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയലാണ്. വഅദ്നാഹ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, അതിലേറ്റവും താഴെയായി പറയാൻ പറ്റുന്നത് വഴിയിലുള്ള ഒരു തടസ്സം ഒരാൾ നീക്കുന്നതാണ്. വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ലജ്ജ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ 3 കാര്യം ഉൾപ്പെട്ടു. ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് അത് സംസാരമാണ്, നുത്ഖും ബിൽ ലിസാനാണ്. അതുപോലെ തന്നെ ഇമാതത്തുൽ അദാ അനി ത്വരീഖ്, ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് സംസാരമാണ്. ഇമാതത്തുൽ അദാ അനി ത്വരീഖ് എന്ന് പറയുന്നത് അയാളുടെ അമലാണ്. വഴിയിലുള്ള ഒരു കാര്യം നീക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനായിട്ടാണ് പഠിപ്പിച്ചത്. ഹയാ,
ലജ്ജ എന്ന് പറയുന്നത് ഒരാളുടെ ഹൃദയത്തിലുള്ള കാര്യമാണ്, അത് ഖൽബിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ഈമാൻ എന്ന് പറഞ്ഞാൽ ഖൽബിന്റെ പ്രവർത്തനം അതിലുണ്ട്, നാവിന്റെ പ്രവർത്തനം അതിലുണ്ട്, അതുപോലെ ശരീരാവയവങ്ങളുടെ പ്രവർത്തനവും അതിലുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശേഷം ഇമാം അഹ്മദ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, വമൻ തറക സ്വലാത ഫഖദ് കഫർ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി. വലൈസ മിനൽ അഅമാലി ശൈഉൻ തർക്കുഹു കുഫ്റുൻ ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ മറ്റൊരു പ്രവർത്തനവുമില്ല അത് ഉപേക്ഷിച്ചാൽ അയാൾ കാഫിറാകുന്നതായ. മൻ തറകഹ ഫഹുവ കാഫിർ വഖദ് അഹല്ലല്ലാഹു ഖത്ലഹ, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിച്ചാൽ അവൻ കാഫിറായി, അള്ളാഹു അവനെ കൊല്ലുവാൻ അനുവാദം നൽകി. തീർച്ചയായും ഇത് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ നടപ്പാക്കേണ്ട കാര്യമാണ്. അതേത് ഖിസാസ് ആകട്ടെ, ഇൻഷാ അല്ലാഹ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ശിക്ഷാ നടപടികളെല്ലാം തന്നെ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്നയിടത്ത് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്നയിടത്ത് ഒരാൾ നിസ്കാരം ഉപേക്ഷിച്ച് തെമ്മാടിയായി നടക്കുന്ന വിവരം വലിയുൽ അംറിന് ലഭിച്ചാൽ അദ്ദേഹത്തിന് അയാളെ മുർത്തദ്ദായി പ്രഖ്യാപിക്കാനും അയാളെ കൊല്ലുവാൻ കൽപ്പിക്കാനും അനുവാദമുണ്ട് എന്നുള്ളതാണ്. അങ്ങനെയുള്ള അനുവാദം ഉണ്ട് എന്ന്. ശേഷം സഹോദരങ്ങളെ, അദ്ദേഹം പിന്നീട് സംസാരിക്കുന്നത് സ്വഹാബികളുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ സ്വഹാബികളെ കുറിച്ച് നമ്മൾ തുടക്കത്തിൽ ഒന്നാമത്തെ അസ്ലിൽ നമ്മൾ പറഞ്ഞു, സ്വഹാബികളെ അവരുടെ മാർഗം മുറുകെ പിടിക്കുക എന്നുള്ളത് ഉസൂലു അഹ്ലിസുന്നയാണ്, അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനമാണ്. എന്നാൽ അദ്ദേഹം ഇവിടെ സംസാരിക്കുന്നത് സഹാബികളുടെ ഫദ്ലുമായി ബന്ധപ്പെട്ട് അവർക്ക് ഉള്ള ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം പറയുന്ന സുദീർഘമായ ആ വാക്യങ്ങൾ വായിച്ചർത്ഥം പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണത്തിലേക്ക് പോകാവുന്നതാണ്. അദ്ദേഹം പറയുന്നു, വഖൈറു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബീഹാ അബൂബക്കർ സിദ്ദീഖ് സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ് സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും ഖൈറുള്ള വ്യക്തി അബൂബക്കർ സിദ്ദീഖാണ്. ഇത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. ഒരാൾ അങ്ങനെ വിശ്വസിച്ചിരിക്കണം. സുമ്മ ഉമർ ഇബ്നുൽ ഖത്താബ്, പിന്നീട് ഉമർ ഖത്താബാണ്. സുമ്മ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനാണ്. നുഖദ്ദിമു ഹൗലായി സലാസ കമാ ഖദ്ദമഹും അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലം യഖ്തലിഫു ഫീ ദാലിക്. നമ്മൾ ഈ മൂന്ന് പേരെയും ഇതുപോലെ തന്നെ നമ്മൾ മുന്തിച്ചു പറയും, സഹാബികൾ ചെയ്തതുപോലെ. അവർ ആ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സുമ്മ ബഅദ ഹൗലായി സലാസ, പിന്നീട് ഈ മൂന്നാളുകൾക്ക് ശേഷം അസ്ഹാബു ശൂറ അൽ ഖംസ, ഉമർ ബിൻ ഖത്താബ് ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്ന ഷൂറ കമ്മിറ്റിയുണ്ട്. അതിൽ 5 ആളുകളുണ്ട്. അവരാണ് പിന്നീട് ശ്രേഷ്ഠതയുള്ളവർ. അലി ഇബ്നു അബി താലിബ് വതൽഹ വസുബൈർ വഅബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വസഅദ്. ഈ 5 പേരാണ് പിന്നീട് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുല്ലുഹും യസ്ലുഹു ലിൽ ഖിലാഫ വകുല്ലുഹും ഇമാം. ഇവരെല്ലാവരും ഭരണത്തിന് അനുയോജ്യരായവരും ഇവരെല്ലാവരും അഇമ്മത്തുകളുമാണ്. വനദ്ഹബു ഫീ ദാലിക ഇലാ ഹദീസ് ഇബ്നു ഉമർ. ഈ വിഷയത്തിൽ ഈ തീരുമാനം നമ്മൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായത്തിൽ നിന്നാണ് സ്വീകരിച്ചത്. എന്താണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്? കുന്നാ നഉദ്ദു വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹയ്യുൻ വഅസ്ഹാബുഹു മുതവാഫിറുൻ അബൂബക്രിൻ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ സുമ്മ നസ്കുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കെ തന്നെ അവിടുത്തെ സഹാബികൾ എമ്പാടും ഉണ്ടായിരിക്കെ തന്നെ ഞങ്ങൾ ആദ്യം കണക്കാക്കിയത് അബൂബക്കറിനെയും പിന്നെ ഉമറിനെയും പിന്നെ ഉസ്മാനെയും ആയിരുന്നു. പിന്നെ ഞങ്ങൾ മിണ്ടാതിരിക്കും. 4ാമത്തെ ആളെക്കുറിച്ച് നമ്മൾ പറയുമായിരുന്നില്ല. അത് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ പറയുന്ന ഷൂറയിലുള്ള 5 ആളുകളിൽ എല്ലാവരും ശ്രേഷ്ഠതയുള്ളവരാണ് എന്നാണ് പറയുന്നത്. സുമ്മ മിൻ ബഅദി അസ്ഹാബി ഷൂറ, പിന്നീട് സഹാബികളിൽ ഈ അസ്ഹാബ് ഷൂറയിൽപ്പെട്ട ഈ ആളുകൾക്ക് ശേഷം അദ്ദേഹം പറയുന്നത് അഹ്ലു ബദ്രിൻ മിനൽ മുഹാജിരീൻ. അഹ്ലു ബദ്രിൻ മിനൽ മുഹാജിരീൻ, ഹിജ്റ ചെയ്തു വന്ന ബദറിൽ പങ്കെടുത്ത ആളുകളാണ്. ബദറിൽ മുഹാജിറുകളും അൻസാറുകളും പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ മുഹാജിറുകൾ ഹിജ്റ ചെയ്തു വന്ന ബദറിൽ പങ്കെടുത്ത ആളുകളാണ് പിന്നീട് ശ്രേഷ്ഠതയുള്ള ആളുകൾ. സുമ്മ അഹ്ലു ബദ്രിൻ മിനൽ അൻസാർ മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖദ്രിൽ ഹിജ്റതി വസ്സാബിഖതി അവ്വലൻ ഫഅവ്വല. പിന്നീട് ആരാണ്? അൻസാരികളായ ആളുകളുണ്ട്, മദീനക്കാർ, മുഹാജിറുകളെ സ്വീകരിച്ച ആളുകൾ. ബദറിൽ പങ്കെടുത്ത അൻസാരികളാണ് പിന്നീട് ശ്രേഷ്ഠതയിലുള്ളത്. അവരിൽ തന്നെ ആദ്യം ഹിജ്റ ചെയ്ത് വന്ന ആളുകൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്. മക്കയിൽ നിന്നും ആദ്യം
മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്ന ആളുകൾക്കാണ് കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ സഹാബത്തിന്റെ ഇടയിലുള്ള ഫദ്ലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ثم أفضل الناس بعد هؤلاء أصحاب رسول الله صلى الله عليه وسلم القرن الذي بعث فيهم. പിന്നീട് ഏറ്റവും ശ്രേഷ്ഠരായ ഭൂമി ലോകത്തുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായ അവിടുത്തെ സഹാബികളാണ്. അപ്പൊ ആ സഹാബികളായ ആളുകളാണ് പിന്നീട് ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ. വകുല്ലു മൻ സഹിബഹു സനതൻ ഔ ഷഹ്റൻ ഔ യൗമൻ ഔ സാഅൻ ഔ റആഹു ഫഹു മിൻ അസ്ഹാബിഹി. ആരൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വർഷമോ ഒരു മാസം ഒരു ദിവസമോ ഒരു കുറഞ്ഞ സമയമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒന്ന് കാണുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ സഹാബികളിൽപ്പെട്ടവനാണ്. ലഹു മിനസ് സുഹ്ബതി അലാ ഖദ്രി മാ സഹിബഹു. അവന് എത്രത്തോളം അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കഴിഞ്ഞിട്ടുണ്ട് അത്രയും സുഹബത്ത് അവന് ഉണ്ട്. വകാന സാബിഖതുഹു മഅഹു വസമിഅ മിൻഹു വനദറ ഇലൈഹി നദ്റതൻ ഫഅദ്നാഹും സുഹബ ഹുവ അഫ്ളലു മിനൽ ഖർനിൽ ലദീന ലം യറൗഹു. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഒരു തവണയെങ്കിലും കേൾക്കുകയോ ഒരു തവണയെങ്കിലും കാണുകയോ ഒക്കെ ചെയ്താൽ അത് തന്നെ മതിയായതാണ്. എന്നിട്ട് പറയുന്നു ഫഅദ്നാഹും സുഹബതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഏറ്റവും കുറഞ്ഞ നിമിഷ നേരങ്ങൾ മാത്രം കഴിച്ചുകൂട്ടിയ ഒരു സഹാബി ഹുവ അഫ്ളലു മിനൽ ഖർനിൽ ലദീ ലം യറൗഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാത്ത ശേഷക്കാരായ ആളുകളെക്കാളും ശ്രേഷ്ഠരാണ്. വലൗ ലഖുല്ലാഹ ബിജമീഇൽ അഅമാൽ, അതായത് താബിഈങ്ങളാകട്ടെ ശേഷക്കാരായ മുഴുവൻ ആളുകളാകട്ടെ, വലൗ ലഖുല്ലാഹ ബിജമീഇൽ അഅമാൽ, ആ പറയുന്ന താബിഈങ്ങളോ ശേഷക്കാരോ അള്ളാഹുവിന് ഒരുപാട് അമലുകളുമായി കണ്ടുമുട്ടിയാലും അവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടവൻ. കാന ഹൗലാ അല്ലദീന സഹിബു അൻ-നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം വറഔഹു വസമിഉ മിൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം കൂടെ അനുഗമിച്ച, അവിടുന്ന് കാണുകയും അവിടുത്തെ സംസാരം കേൾക്കുകയും ചെയ്ത വമൻ റആഹു ബിഐനിഹി വആമന ബിഹി വലൗ സാഅ അഫ്ളൽ ലിസുഹ്ബതിഹി മിനത് താബിഈൻ വലൗ അമിലു കുല്ല അമാലിൽ ഖൈർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ണുകൊണ്ട് കണ്ട ഒരു നിമിഷ നേരമെങ്കിലും ഒപ്പം സഹവസിച്ച ആളുകൾ എല്ലാവരും താബിഈങ്ങളെക്കാളും ശ്രേഷ്ഠരാണ്. വലൗ അമിലു കുല്ല അമാലിൽ ഖൈർ, ആ താബിഈങ്ങൾ എത്ര വലിയ ഖൈറുള്ള പ്രവർത്തനങ്ങൾ ചെയ്തവരാണെങ്കിലും എന്നുള്ളതാണ്. സഹോദരങ്ങൾ, അഹ്ലുസുന്നത്തിന്റെ സ്വഹാബികളുടെ വിഷയത്തിൽ അവരുടെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട അടിസ്ഥാന വിശ്വാസമാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ആരാണ് സ്വഹാബി എന്ന് അദ്ദേഹം പറഞ്ഞത്? പണ്ഡിതന്മാർ സ്വഹാബി എന്നുള്ളതിന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബി എന്നുള്ളതിന് ഒരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതിപ്രകാരമാണ്: കുല്ലു മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനൻ ബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വാസിയായി കണ്ടുമുട്ടിയ മുഴുവൻ പേരും, വലൗ സാഅ, ഒരു കുറഞ്ഞ നിമിഷമെങ്കിലും. ഇപ്പൊ ഇവിടെ സാഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ഒരു മണിക്കൂറിനല്ല, 60 മിനിറ്റിനല്ല, മറിച്ചൊരു സമയം, നിശ്ചിത കുറഞ്ഞ സമയം, അത് തന്നെയാണ് സാഅ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വമാത അലാ ദാലിക്, അങ്ങനെ മുഅ്മിനായി കൊണ്ട് തന്നെ മരണപ്പെടുകയും വേണം. അപ്പോഴാണ് സഹാബി എന്ന് നമ്മൾ പറയുക. വലൗ തഖല്ലലത് ദാലിക റിദ്ദ, അതിനിടയിൽ അവനൊരു റിദ്ദത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അതോ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി പിന്നീട് അവൻ മുസ്ലിം ആയാൽ അവൻ പിന്നീട് സഹാബി എന്ന് തന്നെയാണ് അറിയപ്പെടുക. അതുകൊണ്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മുർത്തദ്ദായി പോയ, സക്കാത്ത് നൽകാതെ മുർത്തദ്ദായി പോയ ആളുകളെ സഹാബികൾ എന്ന് പറയുകയില്ല. അപ്പൊ സഹാബികൾ മുർത്തദ്ദായി പോയി എന്ന് പറയുകയില്ല. ആ പ്രയോഗം തന്നെ തെറ്റാണ്. കാരണം സഹാബി എന്ന് പറഞ്ഞാൽ മരണം വരെ മുഅ്മിനായവനെ മാത്രമേ സഹാബി എന്ന് പറയുകയുള്ളൂ. മരണം വരെ മുഅ്മിനായി ജീവിച്ചവൻ മാത്രമാണ് സ്വഹാബി എന്ന് പറയുന്നത്. ഇവിടെ പണ്ഡിതന്മാർ കുല്ലുമൻ ലഖിയ, കണ്ടുമുട്ടിയത് എന്ന പ്രയോഗമാണ് കൂടുതൽ ശരിയായി ഉപയോഗിച്ചിട്ടുള്ളത്. കണ്ടു എന്ന് പറയുന്ന റുഇയ എന്നതിനേക്കാളും കണ്ടുമുട്ടുക എന്നുള്ളതിനെയാണ് അവർ പ്രയോഗിച്ചിട്ടുള്ളത്. അത് അന്ധരായ സ്വഹാബികളെ കൂടി ഉൾപ്പെടുത്താനാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂമിനെ പോലെയുള്ള അന്ധരായ ആളുകളും സ്വഹാബികളാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവരുടെ കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല, അവർ അന്ധരായിരുന്നു. പക്ഷെ അവർ സ്വഹാബികളാണ്, കണ്ടുമുട്ടിയിട്ടുണ്ട്, കാണാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ പ്രയോഗം ഉപയോഗിച്ചത് എന്ന് കാണാൻ സാധിക്കും. എന്ന് നോക്കൂ സഹോദരങ്ങളെ, ഈ പറയുന്ന സ്വഹാബികൾ, ഈ വിശേഷം ലഭിച്ച ആളുകൾ എല്ലാവരും ഒരേ ദറജയിൽപ്പെട്ട ആളുകളല്ല, എല്ലാവരും ഒരേ പദവിയിൽപ്പെട്ട ആളുകളല്ല. അപ്പൊ അവരുടെ പദവികൾ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് അത്തഫാദുലു ഫിൽ കമാൽ ലാ യസ്തൽസിമു നഖ്സ എന്ന് പറയുന്ന ഖായിദയുണ്ട്. ഇപ്പോ പദവിയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഒരിക്കലും ഒരാൾക്ക് കുറവുണ്ട് എന്ന് അറിയിക്കുന്നില്ല. ഒരാൾ മറ്റൊരേക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ
ആ കുറഞ്ഞ ശ്രേഷ്ഠതയുള്ളവന് കുറവുണ്ട് എന്നതിനർത്ഥമില്ല. കുറവുണ്ട് എന്നതിനർത്ഥമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സിഫാത്തുകൾ ആ രൂപത്തിലുള്ളതാണ്. അള്ളാഹുവിന്റെ ചില സിഫത്തുകൾ മറ്റു ചില സിഫത്തിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠതയുള്ളതാണ്. അള്ളാഹുവിന്റെ കലാം, ഖുർആൻ അള്ളാഹുവിന്റെ സംസാരമാണ്. അതിൽ ചിലതിന് മറ്റു ചിലതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ആയത്തുൽ കുർസിക്ക് മറ്റ് ആയത്തുകളെക്കാളും ശ്രേഷ്ഠതയുണ്ട്. സൂറത്തുൽ ഫാത്തിഹക്ക് മറ്റു സൂറത്തുകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഒന്നിന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞാൽ ആ ശ്രേഷ്ഠത കുറഞ്ഞതിന് എന്തെങ്കിലും കുറവുണ്ട്, നഖ്സുണ്ട് എന്നല്ല, ഒരു കുറവും അതിനില്ല. അതുകൊണ്ട് സഹാബികളിൽ ചിലരെക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊരാൾക്കും ഒരു കുറവുമില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് അമ്പിയാക്കളുടെ വിഷയത്തിലും. ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാർക്ക് ബാക്കിയുള്ള ലക്ഷക്കണക്കിന് പ്രവാചകന്മാരെക്കാരും ശ്രേഷ്ഠതയുണ്ട് എന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹാബികളിൽ ഈ പറയുന്നത് പോലെ അബൂബക്കറിന് ഉമറിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയുമ്പോൾ ഉമറിനൊരു കുറവുണ്ട് എന്നല്ല. ഉമറിന് ഉസ്മാനിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് എന്തെങ്കിലും കുറവുണ്ട് എന്നല്ല. ബാക്കിയുള്ളവർ ഉസ്മാനിനേക്കാൾ ശ്രേഷ്ഠത കുറഞ്ഞവരാണെന്ന് പറഞ്ഞാൽ അവർ എന്തെങ്കിലുമൊക്കെ കുറവ് അവർക്കുണ്ട് എന്നുള്ളതല്ല. മറിച്ച് എല്ലാവർക്കും ഫദ്ലുള്ളതാണ്. എല്ലാവരും മറ്റെല്ലാ മുസ്ലിമീങ്ങളെക്കാളും അവർ ഖൈറിലുള്ള ഫദ്ലുള്ള ആളുകളാണ്. ഇപ്പൊ താബിഈങ്ങളിൽപ്പെട്ട ധാരാളം ആബിദുകളുണ്ട്. ഒരുപാട് ഇബാദത്തുകളിൽ അറിയപ്പെട്ട ആളുകൾ താബിഈങ്ങളിലും ഒക്കെയുണ്ട്. ഹദീസിലൊക്കെ വലിയ പാണ്ഡിത്യമൊക്കെ നിറഞ്ഞ പണ്ഡിതന്മാർ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മണിക്കൂർ വേണ്ട, ഒരു കുറഞ്ഞ സമയം കണ്ട ഒരു സ്വഹാബിയുടെ ശ്രേഷ്ഠത ആ താബിഈങ്ങൾക്കില്ല. ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക. ആ താബിഈങ്ങൾക്ക് ഇല്ല. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത്, ഉമർ ബിൻ അബ്ദുൽ അസീസിനാണോ മുആവിയ റളിയല്ലാഹു അൻഹുവിനാണോ കൂടുതൽ ശ്രേഷ്ഠത എന്ന് ചോദിച്ചപ്പോൾ ഒരു സംശയവും വേണ്ട, മുആവിയ റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള മഹാനായ, വളരെയധികം നീതിയോടുകൂടി ഭരിച്ച ഒരു ആലിമായിരുന്നു, ഭരണാധികാരിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തെക്കാളും ശ്രേഷ്ഠത മുആവിയ റളിയല്ലാഹു അൻഹുവിനാണ്. യാതൊരു സംശയവും അതിലില്ല. അല്ല, ഏതൊരു സഹാബിക്കും താബിഈങ്ങളെക്കാളും ശ്രേഷ്ഠതയുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. ഇനി അഹ്ലുസുന്ന അവർ ഖിലാഫത്തിന്റെ അതേ തർത്തീബിൽ തന്നെയാണ് ഫദ്ലിന്റെ തർത്തീബും ഉള്ളതായി വിശ്വസിക്കുന്നത്. അതിൽ ചിലർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും, അതായത് ഖിലാഫത്തിന്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അബൂബക്കറിന് ശേഷം ഉമർ, ഉമറിന് ശേഷം ഉസ്മാൻ, ഉസ്മാന് ശേഷം അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനില്ല. എന്നാൽ ഷീഇകളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ മറ്റ് ബിദ്അത്തിന്റെ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തർത്തീബിൽ തൃപ്തരല്ല. അവരിൽ ചിലർ പറയുന്നത് അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു ഖിലാഫത്ത് കിട്ടേണ്ടിയിരുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശേഷം കിട്ടേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണ് എന്ന് പറയുന്നവരിലുണ്ട്. വേറെ ചിലർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് മുമ്പ് അലി റളിയല്ലാഹു അൻഹു വരണമായിരുന്നു, അങ്ങനെയും വിശ്വസിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ അഹ്ലുസുന്ന ഖിലാഫത്തിന്റെ വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. മറിച്ച് അവർക്കുള്ള അഭിപ്രായ വ്യത്യാസം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത്, അല്ല അലി റളിയല്ലാഹു അൻഹു ആണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്ന് മാത്രമാണ്. ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഉസ്മാൻ റളിയല്ലാഹു അൻഹു തന്നെയാണ് അലി റളിയല്ലാഹു അൻഹുവിനേക്കാളും കൂടുതൽ ശ്രേഷ്ഠത ഉള്ളത് എന്നാണ്. പിന്നീട് സഹോദരങ്ങളെ, ഈ 4 ആളുകൾക്ക് ശേഷം ശ്രേഷ്ഠതയുള്ളത് അൽ അശ്റത്തുൽ മുബശ്ശിറൂന ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകളാണ്. അദ്ദേഹം ഷെയ്ഖ് റഹിമഹുല്ല ഇത് പറഞ്ഞിട്ടില്ല, മറിച്ച് അദ്ദേഹം അസ്ഹാബു ഷൂറയുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. ഈ അസ്ഹാബു ഷൂറ തീർച്ചയായും ഈ അശ്റത്തുൽ മുബശ്ശിറൂനിൽ ഉൾപ്പെട്ട ആളുകൾ തന്നെയാണ്. അപ്പോൾ ഈ 10 ആളുകൾക്കാണ് സഅദിനും സഈദിനും പോലെയുള്ള, അബൂ ഉബൈദ ജറാഹിനെ പോലെയുള്ള ഈ 10 ആളുകളാണ് പിന്നീട് ഏറ്റവും ശ്രേഷ്ഠത, അതായത് ബാക്കിയുള്ള 6 ആളുകളാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. പിന്നീട് മുഹാജിറുകളിലും അൻസാറുകളിലും പെട്ട ബദരീങ്ങൾ, ബദറിൽ പങ്കെടുത്ത മുഹാജിറുകളാണ് പിന്നീട് ശ്രേഷ്ഠതയിൽ മുന്നിലുള്ളത്. പിന്നീട് ബദറിൽ പങ്കെടുത്ത അൻസാരികൾക്കാണ് ശ്രേഷ്ഠതയുള്ളത്. അതിനുശേഷം ബൈഅത്തു റിദ്വാനിൽ ബൈഅത്ത് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ശ്രേഷ്ഠതയുള്ളത്. ഇതാണ് സഹാബികളുടെ തർത്തീബ്, സഹാബികളുടെ ശ്രേഷ്ഠതയുടെ തർത്തീബ് ഇതാണ്. ഇതിലും ചെറിയൊരു ഖിലാഫുള്ളത്, ബൈഅത്തു റിദ്വാനിൽ ബൈഅത്ത് ചെയ്തവരാണോ അല്ല ബദരീങ്ങൾക്കാണോ കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് എന്നൊരു ചെറിയ
ഖിലാഫ് മാത്രമാണ് പിന്നീട് പണ്ഡിതന്മാർക്കുള്ളത്. അതിലും കൂടുതൽ പണ്ഡിതന്മാരും ബദരീങ്ങളെയാണ് ബൈഅത്ത് റിദ്വാനിൽ ബൈഅത്ത് ചെയ്ത ആളുകളെക്കാൾ ശ്രേഷ്ഠത പറഞ്ഞിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. സഹോദരങ്ങൾ, എങ്ങനെ ശ്രേഷ്ഠതയിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടൊക്കെ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറഞ്ഞല്ലോ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാനിൻ റളിയല്ലാഹു അൻഹും വറദു അൻഹും. വസ്സാബിഖൂനൽ അവ്വലൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഇസ്ലാമിലേക്ക് കടന്നവരെയാണ് സഹാബികളുടെ കൂട്ടത്തിൽ ആദ്യം പറഞ്ഞത്. പിന്നീട് മിനൽ മുഹാജിരീൻ വൽ അൻസാർ, ആദ്യം മുഹാജിറുകളെ പറഞ്ഞു, പിന്നീട് അൻസാരികളെ പറഞ്ഞു. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, പിന്നീട് ബാക്കിയുള്ള സഹാബികളെയും ഖിയാമത്ത് നാൾ വരെയുള്ള ബാക്കി അവരെ പിൻപറ്റിയ ആളുകളെയും പറഞ്ഞു. റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ എല്ലാവരെയും തൃപ്തിപ്പെട്ടിട്ടുണ്ട്. വറദു അൻ, സഹാബികളെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. ബാക്കിയുള്ളവരെ അവരെ എത്രമാത്രം അനുധാവനം ചെയ്യുന്നുവോ അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്കും അല്ലാഹുവിന്റെ തൃപ്തിയുണ്ട്. വറദു അൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലരെ മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയത് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളിൽ ചിലരോട് പറഞ്ഞ വാക്യം, ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബികളെ ചീത്ത പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പറയപ്പെട്ട ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ച ആളുകൾ അവിടെ ഹാജരുണ്ടായ ആളുകളെക്കാളും ശ്രേഷ്ഠരാണ് എന്നറിയിക്കുന്ന കാര്യം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ സഹാബികൾക്കിടയിൽ ഫضലുകളിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് അഹ്ലുസുന്നത്ത് വിശ്വസിക്കുകയും അത് ഈ ക്രമത്തിലാണ് എന്നുള്ളതും അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. ശേഷം സഹോദരങ്ങളെ, വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അടിസ്ഥാനമാണ് അദ്ദേഹം പറയുന്നത്, ത്വാഅത്തു ഉലാത്തുൽ ഉമൂർ, മുസ്ലിം ഭരണാധികാരികൾക്കുള്ള അനുസരണം എന്ന വിഷയമാണ്. അദ്ദേഹം പറയുന്നു, والسمع والطاعة للأئمة وأمير المؤمنين البر والفاجر ومن ولي الخلافة واجتمع الناس عليه ورضوا به ومن غلبهم بالسيف حتى صار خليفة وسمي أمير المؤمنين. മുസ്ലിം ഭരണാധികാരികൾക്ക്, മുസ്ലിമീങ്ങൾക്ക് മേൽ അധികാരമുള്ള ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനമാണ്. അൽ ബർരി വൽ ഫാജിർ, അവർ ദുർവൃത്തരാകട്ടെ അതല്ല സന്മാർഗികളാകട്ടെ, ബറാകട്ടെ നന്മയുള്ള ആളുകളാകട്ടെ തെമ്മാടികളാകട്ടെ, ഭരണാധികാരിയായി അവൻ വന്നു കഴിഞ്ഞാൽ അവനെ കേൾക്കുകയും അനുസരിക്കുകയും വേണം. ഒമൻ വലിയൽ ഖിലാഫ വജ്തമഅ അന്നാസു അലൈഹി വറളൂ ബിഹി, ഒരാൾ ജനങ്ങൾക്ക് മേൽ അധികാരം ലഭിച്ചു, ജനങ്ങളെല്ലാം അവന്റെ കീഴ് ഒതുങ്ങി, അവരെല്ലാവരും അവനെ തൃപ്തിപ്പെട്ടു. ഇനി വമൻ ഗലബഹും, ഇനി ഒരാൾ ജനങ്ങളെ കീഴടക്കിക്കൊണ്ട് ഭരണം പിടിച്ചെടുത്തുകൊണ്ട് വന്നതാണെങ്കിലും ശരി, ബിസ്സൈഫി, വാളുകൊണ്ട് യുദ്ധം ചെയ്ത് ജനങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് വന്നതാണെങ്കിൽ ശരി, ഹത്താ സാറ ഖിലാഫ വസമ്മിയ അമീറുൽ മുഅ്മിനീൻ, അവൻ ഖലീഫയായി മുഅ്മിനീങ്ങളുടെ നേതാവായി അവൻ അവിടെ നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. ആരെങ്കിലും മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുകയോ അനുസരിക്കുകയോ ചെയ്യുന്നില്ല എങ്കിൽ അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ടവനല്ല, അവന് സലഫിയാണ് എന്ന് പറയാൻ സാധിക്കുകയില്ല. പണ്ഡിതന്മാർ പറയുന്നു, പ്രത്യേകിച്ചും ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു അടിസ്ഥാനം ഏറെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. അഹ്ലുസുന്നയും അഹ്ലുൽ ബിദ്അയും വളരെ വ്യക്തമായി ഈ ഒരു അടിസ്ഥാനത്തിൽ വേർതിരിയുന്ന കാഴ്ചകൾ ഈ കാലഘട്ടത്തിൽ കാണാൻ സാധിക്കും. മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അനുസരണം കൊടുക്കുന്നില്ല എന്നു മാത്രമല്ല, മറിച്ച് അവർക്കെതിരെ സംസാരിക്കുകയും അവർക്കെതിരെ ശാപപ്രാർത്ഥനകൾ നടത്തുകയും ആ രൂപത്തിൽ മോശം സംസാരങ്ങൾ അവർക്കെതിരെ പരസ്യമായി പറയുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമീങ്ങളിൽ ധാരാളം ആളുകൾ പലരുമാൽ സ്വാധീനിക്കപ്പെട്ടുകൊണ്ട് അങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. വളരെ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്, മുസ്ലിം ഭരണാധികാരികളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആ ഭരണീയർക്കുമേൽ നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ സഹോദരങ്ങളെ, അല്ലെ ഖ്വാനുൽ മുസ്ലിമൂനെ പോലെയുള്ള മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറഞ്ഞ് മിസ്റിലും അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ സൗദി അറേബ്യയിലും മറ്റും ഉൾക്കൊണ്ടിട്ടുള്ള ബാഹ്യമായി സലഫികളാണ് എന്ന് തോന്നുന്ന രൂപത്തിലുള്ള രൂപവും എന്നാൽ ഉള്ളിൽ കൃത്യമായ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ അജണ്ടയുമായി നടക്കുന്ന സുറൂറികൾ പോലെയുള്ള ആളുകളൊക്കെ
ഈ ഒരു അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായി പിഴവ് വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മുസ്ലിം ഭരണാധികാരികളെ കുറിച്ചിട്ട് അവർ വളരെ മോശമായി സംസാരിക്കുന്നതാണ്. അവരിൽ ചിലർ ബാഹ്യമായി നല്ലത് പറയുമെങ്കിലും ഉള്ളിൽ ആളുകളോട് മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് ഏറ്റവും മോശം രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പെട്ടവനെയല്ല. മുസ്ലിം ഭരണാധികാരികളെ ചീത്ത പറയുന്നവനെ കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അവൻ ഒന്നുകിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം അറിയാത്ത ജാഹിലാണ്, അല്ലെങ്കിൽ അവൻ മുബ്തദിയാണ്. യാതൊരു സംശയവും അതിലില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനം അറിയാത്ത മുബ്തദിയാണ്, ബിദ്അത്തുകാരനാണ് എന്നതിൽ യാതൊരു സംശയവും അതിൽ വേണ്ടതില്ല. അപ്പോൾ ഒന്നാമതായി ഇവിടെ പറഞ്ഞിട്ടുള്ളത് അസ്സംഉ വത്താഅ, സംആണ്, കേൾക്കുക എന്നുള്ളതാണ്. ചിലർ കേൾക്കാൻ തന്നെ തയ്യാറില്ല. ഭരണാധികാരികൾ പറയുന്ന കാര്യം അത് കേൾക്കുക എന്നുള്ളത് അടിസ്ഥാനപരമായ കാര്യമാണ്. രണ്ടാമത് അത് അനുസരിക്കുക എന്നുള്ളതാണ്. ഭരണാധികാരികൾ പറഞ്ഞാൽ സഹോദരങ്ങളെ 7 കാര്യങ്ങളിൽ അത് അനുസരിക്കേണ്ടതുണ്ട്. 7 ഇനങ്ങൾ അനുസരിക്കേണ്ടതുണ്ട്. അതിലൊന്നാമത്തത് അള്ളാഹു വാജിബാക്കിയ ഒരു കാര്യമാണ് ഭരണാധികാരി പറയുന്നതെങ്കിൽ അത് അനുസരിക്കണം. അത് അള്ളാഹുവിനനുസരിക്കലാണ്, അതുപോലെ തന്നെ ഭരണാധികാരി അനുസരിക്കലുമാണ്. 2 കൂലി അതിനുണ്ട്, 2 പ്രതിഫലം അതിനുണ്ട്. അതുപോലെ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ള കാര്യം ഭരണാധികാരി നമ്മെ വിലക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഭരണാധികാരി അനുസരിക്കേണ്ടതാണ്. അതിനെ ഭരണാധികാരി അനുസരിച്ചാൽ, അത് കേട്ടിട്ട് അള്ളാഹു വിലക്കിയ കാര്യത്തിൽ നമ്മൾ വിട്ടുനിന്നാൽ നമ്മൾ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു, ഭരണാധികാരിയെ അനുസരിച്ചിരിക്കുന്നു. ആ വിഷയത്തിൽ നമ്മൾ ഭരണാധികാരിയോട് എതിർ പ്രവർത്തിച്ചാൽ നമ്മൾ അള്ളാഹുവിനോടും എതിർ പ്രവർത്തിച്ചിരിക്കുന്നു, ഭരണാധികാരിയോടും എതിർ പ്രവർത്തിച്ചിരിക്കുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം മുസ്തഹബായ സുന്നത്തായ കാര്യം ഭരണാധികാരി കൽപ്പിച്ചാൽ അത് അനുസരിക്കൽ നമുക്ക് നിർബന്ധമായ കാര്യമാണ്. സുന്നത്തായ കാര്യം ഭരണാധികാരി നമ്മളോട് കൽപ്പിക്കുകയാണെങ്കിൽ ആ വിഷയത്തിലും ഭരണാധികാരിയെ അനുസരിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയിട്ടില്ല, പക്ഷെ ഭരണാധികാരി നമ്മളത് ചെയ്യാൻ പറയുകയാണ് എങ്കിൽ ഭരണാധികാരിയെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമായ കാര്യമാണ്. നാലാമത്തെ കാര്യം സഹോദരങ്ങളെ, ഭരണാധികാരി മുസ്തഹബായ കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അതനുസരിക്കൽ നിർബന്ധമാണ്. വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഭരണാധികാരി മുസ്തഹബായ കാര്യം അനുസരിക്കാൻ പറഞ്ഞാൽ, മുസ്തഹബായ കാര്യം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ അതനുസരിക്കുക എന്നുള്ളത് ആർക്ക് നിർബന്ധമാണ്? ഈ ഭരണീയന് നിർബന്ധമാണ്. കാരണം മുസ്തഹബ് എന്തല്ല, നിർബന്ധമായ കാര്യമല്ല. സുന്നത്ത് ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമല്ല. ഭരണാധികാരി അനുസരിക്കുക എന്നുള്ളത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ്. ഒരാൾ മുസ്തഹബ് പ്രവർത്തിക്കാതിരിക്കുക എന്നുള്ളത് മഅസിയത്തല്ല, തിന്മയല്ല. ഭരണാധികാരി തിന്മ കൊണ്ട് കൽപ്പിക്കാത്തിടത്തോളം കാലം ഭരണാധികാരി അനുസരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഒരു സുന്നത്ത് ഉപേക്ഷിക്കാൻ ഭരണാധികാരി പറഞ്ഞാൽ, ഫർളല്ലാത്തൊരു കാര്യം ഉപേക്ഷിക്കാൻ ഭരണാധികാരി പറഞ്ഞാൽ അതിലും ഭരണാധികാരിക്ക് അനുസരണ വേണ്ടതുണ്ട് എന്ന കാര്യം. അഞ്ചാമത്തത് മക്രൂഹായ, കറാഹത്തായ, അഥവാ ചെയ്താൽ കുറ്റമില്ല പക്ഷെ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്, അത് ഉപേക്ഷിക്കാൻ ഭരണാധികാരി പറഞ്ഞാൽ അതും അനുസരിക്കൽ നിർബന്ധമാണ്. അതനുസരിക്കുകയും അവൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആലയും അനുസരിച്ചിരിക്കുന്നു, ഭരണാധികാരിയും അനുസരിച്ചിരിക്കുന്നു. കറാഹത്തായ കാര്യം, ഉദാഹരണത്തിന് ഒരാവശ്യവുമില്ലാതെ ഇശാ നിസ്കാരത്തിന് ശേഷം ആളുകൾ കൂട്ടം കൂടിയിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരാവശ്യവുമില്ല, ഒരു മസ്ലഹത്തുമില്ല, ദീനിന്റെയോ ദുനിയാവിന്റെയോ ഒരു മസ്ലഹത്തും അതിലില്ല. വെറുതെ സംസാരിച്ച് സമയം കൊല്ലുക എന്നൊരു കാര്യം, ഇത് കറാഹത്താണ്. അങ്ങനെ കറാഹത്തായ കാര്യം ഭരണാധികാരി പറയാണ്, ആരും ഇശാക്ക് ശേഷം പുറത്തിറങ്ങി ഇങ്ങനെ സംസാരിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള മജ്ലിസുകൾ പാടില്ല എന്ന് പറഞ്ഞാൽ അതനുസരിക്കേണ്ടതുണ്ട്. അള്ളാഹു ഹറാമി ആക്കിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അനുസരിക്കാതിരിക്കാൻ പാടില്ല. ഭരണാധികാരിയുടെ കൽപ്പന വന്നാൽ അത് അനുസരിക്കേണ്ടതുണ്ട്. അതുപോലെ ആറാമത്തെ കാര്യം, മക്രൂഹായ കാര്യം ചെയ്യാൻ ഭരണാധികാരി പറഞ്ഞാൽ അതനുസരിക്കേണ്ടതുണ്ട്. കാരണം മക്രൂഹായ കാര്യം ചെയ്യുക എന്നുള്ളത് മഅസിയത്തല്ല. അയാൾ ഇശാക്ക് ശേഷം സംസാരിച്ചിരിക്കുക എന്നുള്ളത് മഅസിയത്തല്ല, തിന്മയല്ല. അയാൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് അയാൾക്ക് കുറ്റമൊന്നുമില്ല, ചെയ്തു എന്നുള്ളത് കൊണ്ട് കുറ്റമില്ല. അതുകൊണ്ട് തന്നെ ഭരണാധികാരി അത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചാൽ അത് ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. കാരണം ഭരണാധികാരി അനുസരിക്കൽ നിർബന്ധമായ കാര്യമാണ്. അതുപോലെ തന്നെ അയാളുടെ മുബാഹായ, അനുവദനീയമായ കാര്യങ്ങൾ ഭരണാധികാരി കൽപ്പിച്ചാൽ അതനുസരിക്കൽ നിർബന്ധമാണ്. റോഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, അതൊക്കെ ഭരണാധികാരി പറയുകയാണ്, ഇടതുഭാഗത്തൂടെ നടക്കണം അല്ലെങ്കിൽ വലതുഭാഗത്തൂടെ നടക്കണം. ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഭരണാധികാരി കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. അപ്പൊ അത് മുബാഹായ, അനുവദനീയമായ കാര്യമാണ്, ഹറാമല്ല.
പ്രത്യേകം സുന്നത്തുള്ളതോ കറാഹത്തുള്ളതോ ആയ കാര്യങ്ങളൊന്നും അല്ല, അനുവദനീയമായ മുബാഹായ കാര്യമാണ്. അതാണ് ഭരണാധികാരി പറയാൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിലും അനുസരിക്കുക എന്നുള്ളത് സഹോദരങ്ങളെ എന്താണ്, അതും ഭരണാധികാരിയുടെ അനുസരണത്തിൽപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണാധികാരി അനുസരിക്കാൻ പറഞ്ഞതിന്റെ നിബന്ധനയായി പറഞ്ഞത് മാലം യുഅ്മർ ബിമഅസിയ, ഒരു മഅസിയത്ത് കൊണ്ട് കൽപ്പിക്കാത്തിടത്തോളം കാലം എന്നാണ്. അപ്പൊ അഹ്ലുസുന്നത്തി വൽ ജമാഅ നിരുപാധികമായ അനുസരണമല്ല പറയുന്നത്, നിരുപാധികമായ അനുസരണമില്ല. മാലം യുഅ്മർ ബിമഅസിയ, ഒരു മഅസിയത്ത് കൽപ്പിക്കാത്തിടത്തോളം കാര്യം. ഭരണാധികാരി ശിർക്ക് ചെയ്യാൻ പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് അത് അനുവദനീയമല്ല. ഭരണാധികാരി പലിശ ഉപയോഗിക്കാൻ പറഞ്ഞാൽ അനുസരിക്കൽ നിർബന്ധമില്ല, അനുസരിക്കാൻ പാടില്ല. ഭരണാധികാരി അതുപോലെയുള്ള കള്ളു കുടിക്കാൻ പറഞ്ഞാൽ, ലഹരി ഉപയോഗിക്കാൻ പറഞ്ഞാൽ അതനുസരിക്കുക എന്നുള്ളത് പാടില്ലാത്ത കാര്യമാണ്. കാരണം സഹോദരങ്ങളെ അത് മാസിയത്താണ് എന്ന് മനസ്സിലാക്കുക. ഇനി ആരാണ് അമീർ എന്ന് പറയുന്നത്? ഭരണാധികാരി എന്ന് പറയുന്നത് ആരാണ്? മുസ്ലിമീങ്ങൾക്ക് മേൽ അധികാരമുള്ള വ്യക്തിക്കാണ് ഭരണാധികാരി എന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യ കാലഘട്ടങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഒരൊറ്റ ഭരണാധികാരിയാണ് ഉണ്ടാവുക, ഒരു അമീറായിരിക്കും ലോകത്തിനുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായിരിക്കുമ്പോൾ വേറൊരു ഭരണാധികാരി ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായിരിക്കുമ്പോൾ ഇറാഖിൽ വേറെ ഭരണാധികാരി ഇല്ല, അല്ലെങ്കിൽ അങ്ങ് ഏതെങ്കിലും രാജ്യത്ത് മിസ്റിൽ വേറെ ഭരണാധികാരി ഇല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാകുമ്പോൾ മറ്റു ഭരണാധികാരികളില്ല. ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയായിരുന്നു. പക്ഷെ പിന്നീട് ഓരോ നാടിനും ഭരണാധികാരി ഉണ്ടായിത്തീർന്നു, ഈ കാലഘട്ടങ്ങളിലുള്ളതുപോലെ. ഈ കാലഘട്ടങ്ങളിൽ സൗദി അറേബ്യക്ക് ഒരു ഭരണാധികാരിയാണ്, ഇമാറാത്തിന് വേറൊരു ഭരണാധികാരിയാണ്, ഖത്തറിന് വേറൊരു ഭരണാധികാരിയാണെങ്കിൽ കുവൈത്തിന് വേറൊരു ഭരണാധികാരിയാണ്. ഇവരെല്ലാവരും തന്നെ മുസ്ലിമീങ്ങളുടെ ഭരണാധികാരിയായി അംഗീകരിക്കപ്പെടണം. ഈ ഒരു കാര്യത്തിൽ ബിദ്അത്തിന്റെ കക്ഷികൾ ആളുകൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുന്നത് കാണാൻ സാധിക്കും. ഭരണാധികാരി അനുസരിക്കാൻ പറഞ്ഞത് മുഴുവനും അത് അൽ വിലായത്തുൽ ആമ്മ, മൊത്തത്തിൽ ഭരണമുള്ള ആ കാര്യത്തിനെ മാത്രമാണ്, അതിന് ബാധകമല്ല എന്ന് പറഞ്ഞ് ഈ ഹദീസുകളെ മുഴുവനും അവർ തള്ളുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അങ്ങനെ മൊത്തത്തിൽ മാത്രം ഉണ്ടായാലേ അനുസരിക്കാവൂ എന്ന് പറയുന്നതായ ഹദീസ് അല്ല ഇത്. മറിച്ച് ഹദീസ് പൂർണ്ണാർത്ഥത്തിൽ ഏതൊരു ഭരണാധികാരിയും അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ്. അത്തിഉല്ലാഹ വ അത്തിഉർ റസൂൽ വ ഉലിൽ അംരി മിൻകും, അല്ലാഹു തആല അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. അത് പൂർണ്ണമായി ഭൂമിയിൽ ഒരൊറ്റ ഭരണാധികാരി ഉണ്ടായാൽ മാത്രമേ ഈ ആയത്ത് ബാധകമാകൂ എന്നാരും പറഞ്ഞിട്ടില്ല. അതുപോലെ ഒരൊറ്റ ഹദീസിലും ഇങ്ങനെ പൂർണ്ണമായ അധികാരമുണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യം ഉള്ളൂ എന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ഭരണാധികാരിയാണോ അനുസരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള സന്ദേഹങ്ങൾക്ക് യാതൊരു വിലയുമില്ല. അവർക്ക് ഈ ഹദീസുകൾ തള്ളുന്നതിന് വേണ്ടി, ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുന്നതിന് വേണ്ടി അവരുണ്ടാക്കി വെച്ച ഒരു സംശയം മാത്രമാണ്. അതുകൊണ്ട് ഏത് ഭരണാധികാരി, എത്ര ചെറിയ പ്രദേശത്തുള്ള ഭരണാധികാരിയാകട്ടെ, മുസ്ലിം ഭരണാധികാരി ആണെങ്കിൽ സഹോദരങ്ങളെ അയാൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇനി ഈ ഭരണാധികാരി 3 രൂപത്തിൽ ഉണ്ടാകാറുണ്ട്. ഒന്ന്, മുസ്ലിമീങ്ങളിലുള്ള ഷൂറ കൂടിയിട്ടുള്ള പണ്ഡിതന്മാരായ ആളുകൾ, ആലിമീങ്ങളായ ആളുകൾ ഷൂറ കൂടിയിട്ട് തിരഞ്ഞെടുക്കുന്ന ഭരണാധികാരി ഉണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ആ രൂപത്തിലാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു ഭരണാധികാരി അടുത്ത ആരാണ് വലിയുൽ അഹ്ദായി, ഇന്നയാൾ ഭരണാധികാരിയായി ഉണ്ടാകണം എന്ന് പറഞ്ഞ് നോമിനേറ്റ് ചെയ്യുന്ന രീതിയുണ്ട്. അതും ഇസ്ലാമിക ലോകത്ത് അംഗീകരിക്കപ്പെടേണ്ട ഭരണാധികാരി തന്നെയാണ്. അതും അങ്ങനെ തന്നെയാണ്, യാതൊരു സംശയവും അതിൽ ഇല്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അപ്രകാരമാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിശ്ചയിച്ചത്. ഇനിയുള്ള ഭരണാധികാരി താങ്കളാണ് എന്ന രൂപത്തിൽ കൃത്യമായി പറഞ്ഞാൽ ആ ഭരണാധികാരി പറയുന്ന വ്യക്തിയായിരിക്കും പിന്നീട് ഭരണാധികാരിയായി വരേണ്ടത്. ആ രൂപത്തിൽ വരും. ഷൂറ കൂടിയിട്ട് തീരുമാനിക്കുക എന്നുള്ളതുണ്ട്. അതുപോലെ തന്നെ വലിയുൽ അഹ്ദായി ആ രൂപത്തിലുണ്ട്. മൂന്നാമത്തത് സഹോദരങ്ങളെ, ഇതൊരു അനുവദനീയമായ മാർഗമല്ല. പക്ഷേ ഈ രൂപത്തിൽ ഭരണം സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അവരും ഭരണാധികാരിയായി അംഗീകരിക്കപ്പെടുന്നതാണ്. അതായത് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ അവർ ഒരു മുസ്ലിം രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട്, വാളുകൊണ്ട് ആക്രമിച്ചുകൊണ്ട്, യുദ്ധം ചെയ്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുകയും അവരങ്ങനെ ആ രാജ്യത്തിന്റെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ, അവരുടെ ഭരണം അവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവർ ഭരണാധികാരികളായിട്ടാണ് തീരുമാനിക്കപ്പെടുക. ആ രൂപത്തിലാണ് തീരുമാനിക്കപ്പെടുക. ഈ രണ്ടാമത്തെയും മൂന്നാമത്തെയും രൂപമാണ് നൂറ്റാണ്ടുകളായി ഇവിടെ
ഇസ്ലാമിക ലോകത്ത് ഭരണാധികാരികൾ ഉണ്ടാകുന്നത് ഒന്നുകിൽ ഈ വലിയ അഹദായി ഒരാൾ മറ്റൊരാളെ നോമിനേറ്റ് ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു വിഭാഗം മുസ്ലിമുകൾക്കുമേൽ മറ്റൊരാൾ ഇങ്ങനെ മനഃപൂർവ്വം ഭരണം ഏറ്റെടുത്തുകൊണ്ട് ഈ രൂപത്തിലാണ് ഭരണം ഉണ്ടായിട്ടുള്ളത്. ഇതിലേത് രൂപം വന്നാലും സഹോദരങ്ങളെ, ഭരണം അവിടെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവരെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് അവിടെയുള്ള ഭരണീയരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഇതിനുശേഷം ഭരണാധികാരികൾക്ക് കൊടുക്കേണ്ട ചില ഹക്കുകളെ കുറിച്ച്, അവർക്ക് നാം കൊടുക്കേണ്ട അവരോട് കാണിക്കേണ്ട ചില ബാധ്യതയെക്കുറിച്ചാണ് അദ്ദേഹം പിന്നീട് പറയുന്നത്. അദ്ദേഹം പറയുന്നു, ഖാല ഇമാമു റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, അൽ ജിഹാദു മാളിൻ ഇലാ യൗമിൽ ഖിയാമത്തി മഅൽ ബർരി വൽ ഫാജിർ വൽ ഗസ്വു മാളിൻ മഅൽ അമീരി ഇലാ യൗമിൽ ഖിയാമത്തി മഅൽ ബർരി വൽ ഫാജിർ ലാ യുത്രക്. ജിഹാദ് എന്ന് പറയുന്നത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നത് ഖിയാമത്ത് നാളിൽ വരെ നടപ്പിൽ വരുത്തേണ്ട കാര്യമാണ്. ഭരണാധികാരി നല്ലവനാണെങ്കിലും ശരി, ദുർവൃത്തനാണെങ്കിലും ശരി, മോശപ്പെട്ടവനാണെങ്കിലും ശരി, അയാളോടൊപ്പം യുദ്ധം ചെയ്യാൻ വേണ്ടി മുസ്ലിമീങ്ങൾ പുറപ്പെടുക എന്നുള്ളത് ഖിയാമത്ത് നാൾ വരെ ഉള്ള കാര്യമാണ്. പക്ഷെ ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം, റാഫിളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിശ്ചയിക്കുന്ന അലി റളിയല്ലാഹു അൻഹു മുതലുള്ള അവരുടെ ചില അയിമ്മത്തുകളുണ്ട്, അവർ പറയുന്ന ചില ഇമാമുമാരുണ്ട്. ആ ഇമാമുമാരുടെ കീഴിൽ മാത്രമേ ഇസ്ലാമിക ഭരണമുള്ളൂ എന്നും അവർക്ക് കീഴിൽ മാത്രമേ യുദ്ധവും മറ്റും പാടുള്ളൂ എന്നും വിശ്വസിക്കുന്നവരാണ് അവർ. എന്നാൽ അഹ്ലുസുന്ന സഹോദരങ്ങളെ, ഖിയാമത്ത് നാൾ വരെ മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ യുദ്ധം ചെയ്യുക എന്നുള്ളത് അത് ചെയ്യേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. അതുപോലെ വഖിസ്മത്തുൽ ഫൈഇ വ ഇഖാമത്തുൽ ഹുദൂദി ഇലൽ അഇമ്മത്തി മാളിൻ, അതുപോലെ ഫൈ എന്ന് പറയുന്ന യുദ്ധം നടക്കാതെ കുഫാറുകൾ, അവിശ്വാസികൾ യുദ്ധം നടക്കുന്നതിന് മുമ്പ് ഓടിപ്പോയി കഴിഞ്ഞാൽ അവിടുന്ന് ലഭിക്കുന്ന മുതലുകൾക്കാണ് ഫൈ എന്ന് പറയുക. യുദ്ധാനന്തര സ്വത്തിനാണ് ഗനീമത്ത് എന്ന് പറയുക. ഇതേതുമാകട്ടെ അത് വിഭജിച്ചെടുക്കുക എന്നുള്ളതും, അതുപോലെ ഹുദൂദുകൾ, ഹദ്ദുകൾ നടപ്പിലാക്കുക എന്നുള്ളതും, തിന്മ ചെയ്യുന്നവനെ ശിക്ഷിക്കുക പോലെയുള്ള കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക, ഭരണാധികാരികൾ അത് നടപ്പിൽ വരുത്തുക എന്നുള്ളതുമെല്ലാം അത് നിലവിലുള്ള കാര്യമാണ്. അതിന്റെ നിയമം ബാക്കിയുള്ളതാണ്. ലൈസ ലി അഹദിൻ അൻ യതഅന അലൈഹിം വലാ യുനാസിഉഹും, ഒരാൾക്കും ആ വിഷയത്തിൽ ഭരണാധികാരിയെ ആക്ഷേപിക്കാനോ അയാളോട് തർക്കിക്കാനോ പാടില്ല. വദഫ്ഉ സദഖാത്തി ഇലൈഹിം ജായിസത്തുൻ നാഫിദ, അതുപോലെ സക്കാത്തുകൾ ഭരണാധികാരികൾക്ക് കൊടുത്താൽ അത് ശരിയാകുന്നതാണ്, അങ്ങനെ ചെയ്യേണ്ടതുമാണ്. മൻ ദഫഅ ഇലൈഹിം അജ്സഅത് അൻഹു ബർറൻ കാന ഔ ഫാജിറ, അത് ഒരു മോശം ഭരണാധികാരിയാകട്ടെ നല്ലവനാകട്ടെ, അയാൾക്ക് സക്കാത്ത് ചോദിച്ചു വന്നാൽ അയാൾക്ക് സക്കാത്ത് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നിന്റെ ബാധ്യത കഴിഞ്ഞു എന്നുള്ള കാര്യമാണ് സഹോദരങ്ങളെ പറഞ്ഞു വരുന്നത്. നോക്കൂ, ഇവിടെ ഭരണാധികാരിയെ അനുസരിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ വസംഇ വത്താഅ വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയുൻ എന്നാണ് പറഞ്ഞത്. നിനക്ക് മേൽ ഭരണം സ്ഥാപിച്ചത് ഒരു അബിസീനിയക്കാരനായ അടിമയാണെങ്കിലും നീ അവനെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഇതിൽ രണ്ട് ഫായിദകളുണ്ട് സഹോദരങ്ങൾ, രണ്ട് ഫായിദകൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമത്തത്, ഒരടിമക്ക് യഥാർത്ഥത്തിൽ ഭരണാധികാരിയാകാനുള്ള നിബന്ധന ഒത്തിട്ടില്ല. അപ്പൊ ഭരണാധികാരിയുടെ നിബന്ധനയിൽപ്പെട്ടതാണ് അയാൾ ഖുറൈശി ഗോത്രത്തിൽപ്പെട്ടവനാകുക എന്നുള്ളത്. അതുപോലെ സ്വതന്ത്രനായിരിക്കുക എന്നുള്ളത്, അയാൾ അടിമയാകാൻ പാടില്ല. അതുപോലെ മുസ്ലിം ആയിരിക്കുക, നല്ലവനായിരിക്കുക, ഇതൊക്കെ ഭരണാധികാരിയുടെ നിബന്ധനയിൽപ്പെട്ട കാര്യമാണ്. ഇപ്പൊ ഒരാളെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുമ്പോൾ അയാൾ ഈ പറയുന്ന നിബന്ധനകൾ ഒത്താലേ നമ്മൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഒരു ഭരണാധികാരിയായി ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഈ നിബന്ധന വേണമെന്ന് നിർബന്ധമില്ല. എവിടെയാണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇൻ തഅമ്മറ അലൈക്കും അബ്ദുൻ ഹബശിയ്യൻ, ഒരടിമ നിന്റെ മേൽ ഭരണം ഏറ്റെടുത്താലും വസ്സംഉ വത്താഅ, കേൾക്കുകയും അനുസരിക്കുകയും വേണമെന്നുള്ളത്. കാരണം ഈ കാര്യം മനസ്സിലാക്കാത്തത് കൊണ്ട് പലരും ഇന്നുള്ള മുസ്ലിം രാജ്യങ്ങളിലെ ഭരണാധികാരികൾ അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ആളുകൾക്ക് കുഴപ്പമുണ്ടാക്കുന്ന ഹുറൂജിന്റെ, ദാഇഷ് പോലെയുള്ള ISIS പോലെയുള്ള, അല്ലെങ്കിൽ ഈ താലിബാനെയും അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള പല രൂപത്തിലുള്ള അൽ ഖായിദയും പോലെയുള്ള തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ഇസ്ലാമിക രാജ്യത്തിനെതിരെ തിരിയുമ്പോൾ അവർ പറയാത്ത കാര്യം, ഇത് ഖുറൈശികളൊന്നും അല്ലല്ലോ, ആലു സഊദിന്റെ കുടുംബമല്ലേ എന്നൊക്കെയാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഖുറൈശി ആകുക എന്നുള്ള നിബന്ധന ഇബ്തിദാഅനാണ്, ഒരാളെ ഭരണാധികാരിയായി തെരഞ്ഞെടുക്കാനുള്ള നിബന്ധനയാണ്.
എന്നാൽ ഒരാൾ ഭരണാധികാരിയായി തീർന്നാൽ അയാളുടെ അനുസരിക്കുകയും അയാൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമയാണ് നിന്റെ മേൽ ഭരണം സ്ഥാപിക്കുന്നതെങ്കിൽ പോലും നീ കേൾക്കുകയും അനുസരിക്കുകയും വേണമെന്നാണ്. അല്ലാതെ അടിമയെ മാറ്റിയിട്ട് ഒരു സ്വതന്ത്രനെ നിയമിക്കണമെന്ന് അവിടുന്ന് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, ആ ഭരണാധികാരിയിൽ നിനക്ക് വെറുപ്പുണ്ടായാലും നീ അയാൾ അനുസരിക്കണമെന്നാണ്. സ്വാഭാവികമായിട്ടും അടിമയാണെങ്കിൽ സ്വതന്ത്രന് അടിമയോട് നീരസമുണ്ടാകും, അയാൾ തൃപ്തിപ്പെടാൻ സാധിക്കുകയില്ല. വെറും ഒരു അടിമയായാൽ സ്വതന്ത്രർക്ക് മേൽ ഭരണം സ്ഥാപിക്കുക, എങ്കിലും അയാളെ കേൾക്കുകയും അനുസരിക്കുകയും വേണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഭരണാധികാരി നമുക്ക് ഇഷ്ടപ്പെട്ടവനാണെങ്കിലും ശരി, ഇഷ്ടപ്പെട്ടവനല്ലെങ്കിലും ശരി, അയാളെ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ ഹദീസിൽ പാഠമുണ്ട്. സഹോദരങ്ങളെ, ഇങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് നൽകേണ്ട ഹക്കുകളെ കുറിച്ചാണ് പിന്നീട് അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമതായി അദ്ദേഹം പറഞ്ഞത്, ഭരണാധികാരി അയാൾ നന്മയുള്ളവനാണെങ്കിലും ശരി, നല്ല നടപ്പുള്ളവനാണെങ്കിലും ശരി, ദുർമാർഗിയാണെങ്കിലും ശരി, ആ ഭരണാധികാരിയോടൊപ്പം ജിഹാദ് ചെയ്യുക, യുദ്ധം ചെയ്യുക എന്നുള്ളത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാന വിശ്വാസത്തിൽപ്പെട്ടതാണ്. അപ്പൊ ജിഹാദ് എന്ന് പറയുന്നത് അത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് ചെയ്യാൻ അനുവാദമുള്ള കാര്യമല്ല. ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്ത് മുസ്ലിം ഭരണാധികാരിയുടെ കൊടിക്കീഴിൽ മാത്രം അനുവദനീയമായിട്ടുള്ള കാര്യമാണ് ഇസ്ലാമിലെ ജിഹാദ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ജിഹാദ് അത് ഈ ഭരണാധികാരിയുടെ കീഴിൽ ചെയ്യേണ്ടതാണ്. ഇത് അയാൾക്കുള്ള ഹക്കാണ്. അപ്പൊ അയാളാണ് അത് തീരുമാനിക്കുക, എപ്പോഴാണ് ഇത് ആരംഭിക്കേണ്ടത്, എപ്പോൾ ആരംഭിക്കാൻ പാടില്ല എന്നുള്ളത് ഭരണാധികാരിയാണ് തീരുമാനിക്കുക. ആ വിഷയത്തിലുള്ള ഹക്ക് നാം ഭരണാധികാരികൾക്ക് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം ഇവിടെ പറഞ്ഞത് ഖിസ്മത്തുൽ ഫൈ ആണ്. അതായത് യുദ്ധം, ഭരണാധികാരി ഒരു മറ്റു രാജ്യവുമായി യുദ്ധം നടത്തി കഴിഞ്ഞാൽ ആ യുദ്ധം നടക്കാതെ തന്നെ പരാജിതരായിക്കൊണ്ട് അവർ തിരിഞ്ഞോടിയാൽ ആ സ്വത്തുക്കൾ അത് ഭരണാധികാരിക്ക് എടുക്കാനും അത് വിഭജനം നടത്താനുള്ള അനുവാദവുമുണ്ട്. അത് അദ്ദേഹത്തിനുള്ളതാണ്. അതിൽ മറ്റുള്ള ആളുകൾ കൈകടത്തൽ നടത്താൻ പാടില്ല. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ഹദ് നടപ്പാക്കേണ്ട കാര്യമാണ്. അതായത് ഖിസാസ് നടപ്പാക്കേണ്ട കാര്യം. ഒരാൾ തിന്മകൾ ചെയ്തു കഴിഞ്ഞാൽ മോഷ്ടിച്ചവനെ കൈവെട്ടുക എന്നുള്ളത്, കൊലപാതകിയെ തിരിച്ചു കൊല്ലുക എന്നുള്ളത്, വ്യഭിചാരി എറിഞ്ഞു കൊല്ലുക എന്നുള്ള ഹദ്ദുകളെല്ലാം അത് നടപ്പാക്കേണ്ടത് അത് ഇസ്ലാമിക ഭരണകൂടമുള്ളയിടത്ത് ഇസ്ലാമിക ഭരണകൂടമുള്ളയിടമാകണം. അതുപോലെ മുസ്ലിം ഭരണാധികാരിയോ അദ്ദേഹം ഏർപ്പെടുത്തുന്ന ആളുകളോ മാത്രമേ ആകാൻ പാടുള്ളൂ എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത്, ഒരാൾക്ക് സ്വന്തം ശരീരത്തിൽ പോലും ഹദ്ദ് നടപ്പാക്കാൻ അനുവാദമില്ല. ഇപ്പൊ ഒരു വ്യക്തി, ഒരു കല്യാണം കഴിയാത്ത യുവാവ്, അയാൾ വ്യഭിചരിച്ചു പോയി, അയാൾക്ക് സ്വന്തം ശരീരത്തിൽ 100 ചാട്ടാവാറ് കൊണ്ടുള്ള അടിയാണ് അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത്. അത് അയാൾക്ക് സ്വന്തം ശരീരത്തിൽ ആരും അറിയാതെ നടപ്പാക്കുക എന്നുള്ളത് അനുവാദമുള്ള കാര്യമല്ല. മറിച്ച് അയാൾക്ക് ഭരണാധികാരി അറിയിക്കാം തെറ്റുപറ്റിയത്, അങ്ങനെ ആ ശിക്ഷ അയാൾക്ക് വേണമെങ്കിൽ ഏറ്റുവാങ്ങാം. അതല്ലാതെ അയാൾക്ക് സ്വന്തം കാര്യത്തിൽ പോലും, അല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ചു, അയാൾ തന്നെ തീരുമാനിക്കണം, ഞാൻ തന്നെ എന്റെ കൈ വെട്ടിയേക്കാം, അനുവാദമില്ല ദീനുൽ ഇസ്ലാമിൽ. മറിച്ച് ഇസ്ലാമിക ഭരണകൂടം വേണം. ഭരണാധികാരിയാണ് ഈ വിഷയത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് അയാൾ നിശ്ചയിക്കുന്ന ആളുകളാണ് ആ ഹദ്ദ് നടപ്പാക്കേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, ഭരണാധികാരിക്കുള്ള ഹക്കായി അദ്ദേഹം പറഞ്ഞതാണ് സക്കാത്ത് ഏൽപ്പിക്കുക എന്നുള്ളത്. ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്ത് സക്കാത്തിനുള്ള പോർട്ടലുകൾ ഇന്നുണ്ട്. അപ്പൊ അതിലേക്ക് സക്കാത്ത് കൊടുക്കാൻ അവർ കൽപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് ഭരണാധികാരിയോടുള്ള ബാധ്യതയിൽപ്പെട്ടതാണ്. അത് ഭരണാധികാരി എങ്ങനെ വിനിയോഗിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതില്ല. അയാൾ നല്ല നടപ്പുകാരനാണോ ദുർമാർഗിയാണോ എന്നറിയേണ്ടതില്ല. അയാൾ സക്കാത്തിന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സക്കാത്ത് ഭരണാധികാരികൾക്ക് നൽകേണ്ടതാണ്. നമ്മുടെ ബാധ്യത അതോടുകൂടി കഴിഞ്ഞു. മുസ്ലിം ഭരണാധികാരി ഉണ്ടായാൽ അയാൾക്ക് നൽകിയാൽ അത് കഴിയുന്നതാണ്. അതുപോലെ പറഞ്ഞ അഞ്ചാമത്തെ ഹക്ക് എന്ന് പറയുന്നതാണ് അടുത്ത ഭാഗത്ത് അദ്ദേഹം പറഞ്ഞത്, സ്വലാത്തുൽ ജുമുഅത്തി ഖൽഫഹു വ ഖൽഫ മൻ വല്ലാഹു ജായിസത്തുൻ ബാഖിയത്തുൻ താമ്മത്തുൻ റകഅതൈൻ. ജുമുഅ നിസ്കാരം അതുപോലെ മറ്റ് നിർബന്ധ നിസ്കാരവും ഈ ഭരണാധികാരികൾക്ക് പിന്നിൽ നിസ്കരിക്കുക, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമാണ്.
അത് 2 റക്അത്ത്, ജുമുഅയാണെങ്കിൽ 2 റക്അത്ത് തന്നെ നിസ്കരിക്കണം. അപ്പൊ ഭരണാധികാരി മോശക്കാരനാണ് എന്ന് പറഞ്ഞ് പിന്നിൽ നിസ്കരിക്കാതിരിക്കാൻ പാടില്ല. മൻ അആദഹ ഫഹു മുബ്തദിഉൻ, ആരെങ്കിലും മടക്കി നിസ്കരിച്ചാൽ, ഇപ്പൊ ഇമാമിന്റെ പിന്നിൽ നിസ്കരിച്ചിട്ട് ഭരണാധികാരിയുടെ പിന്നിൽ നിസ്കരിച്ചിട്ട് വീട്ടിൽ പോയി മടക്കി നിസ്കരിക്കുകയാണെങ്കിൽ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് പറയുന്നു ഫഹു മുബ്തദിഉൻ, അവൻ പുത്തൻവാദിയാണ്. കാരണം സഹാബികൾ അങ്ങനെ ചെയ്തിട്ടില്ല. താരിഖുൻ ലിൽ ആസാർ, അവൻ ഹദീസുകൾ ഉപേക്ഷിക്കുന്നവനാണ്. മുഖാലിഫുൻ ലിസുന്ന, സുന്നത്തിനെതിർ പ്രവർത്തിച്ചവനാണ്. ലൈസ ലഹു മിൻ ഫദ്ലി ജുമുഅത്തി ഷൈഉൻ, ഇങ്ങനെ ചെയ്താൽ അവന് ജുമുഅയുടെ ഒന്നും ഒരു ശ്രേഷ്ഠതയും അവൻ ലഭിക്കുകയില്ല. ഇദാ ലം യറ സ്വലാത്ത ഖൽഫൽ അയിമ്മ മൻ കാനു ബർരിഹിം വഫാജിരിഹിം ഫസ്സുന്നതു ബിഅൻ യുസല്ലി മഅഹും റകഅതൈനി വയദീന ബിഅന്നഹും താമ്മ ലാ യകുൻ ഫീ സദ്രിക മിൻ ദാലിക ശക്കുൻ. ആ ഭരണാധികാരി നല്ലവനാകട്ടെ മോശപ്പെട്ടവനാകട്ടെ അവന്റെ പിന്നിൽ 2 റക്അത്ത് ജുമുഅ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതുപോലെ തന്നെ അത് അവൻ ദീനായിട്ട് തന്നെ മനസ്സിലാക്കണം. അവന്റെ ഹൃദയത്തിൽ അതിൽ യാതൊരു സംശയവും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ഭരണാധികാരി മോശപ്പെട്ടവനാണോ നല്ലവനാണോ എന്ന് നോക്കേണ്ടതില്ല. ഭരണാധികാരിയുടെ പിന്നിൽ നിസ്കരിക്കാൻ ഇതുപോലെയുള്ള ജമാഅത്തുകൾ, അതുപോലെ പെരുന്നാൾ നിസ്കാരങ്ങൾ പോലെയുള്ളത് ഭരണാധികാരിയുടെ കീഴിൽ നിസ്കരിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്നാണ് പറയുന്നത്. ഇത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വളരെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസമാണ്. ഇതിന്റെ പിന്നിൽ സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ ഭിന്നിച്ചുകൊണ്ട് കക്ഷികളായിക്കൊണ്ട് മാറാൻ പാടില്ല എന്നതിനു വേണ്ടിയിട്ടാണ്. മുസ്ലിമീങ്ങൾ വ്യത്യസ്ത കക്ഷികളായിക്കൊണ്ട് ഇങ്ങനെ കഴിയാൻ പാടില്ല. ഒരാൾ ഒരു ഇമാമിന്റെ പുറകിൽ നിസ്കരിക്കുക, വേറെ കുറെ ആളുകൾ വേറെ ഒറ്റയ്ക്ക് നിസ്കരിക്കുക. ഇങ്ങനെ മുസ്ലിമീങ്ങൾ ബാഹ്യമായിട്ടുള്ള ഭിന്നിപ്പുകൾ ഒഴിവാക്കാൻ ഇസ്ലാം ഏറെ പ്രോത്സാഹിപ്പിക്കുന്നു. മുസ്ലിം ഭരണാധികാരി ഉണ്ടെങ്കിൽ അയാൾ നിശ്ചയിക്കുന്ന ആ ഈദ് മുസല്ലകളിൽ അല്ലെങ്കിൽ ജുമുഅ ജമാഅത്തുകളിൽ വന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ പങ്കെടുത്തുകൊണ്ട് നിസ്കരിക്കേണ്ടതുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികൾ നമ്മെ പഠിപ്പിച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ച കാര്യമാണ്. അതായത് ശേഷം നിങ്ങൾക്ക് ചില ഭരണാധികാരികൾ വരുമെന്നും അവരിൽ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും നിങ്ങളിൽ ഉണ്ടാകുമെന്നും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും അവരുടെ കീഴിൽ തന്നെ നിങ്ങൾ നിൽക്കണമെന്നും അവർ നിസ്കാരം നിലനിർത്തുന്നിടത്തോളം കാലം അവരോടൊപ്പം നിങ്ങൾ നിൽക്കണമെന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ പഠിപ്പിച്ച കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ നിസ്കരിക്കുക എന്നുള്ള വിഷയം അത് അവരുടെ ഹക്കിൽപ്പെട്ട കാര്യമാണ്. ഇത് ഒരൊറ്റ നിസ്കാരം മാത്രമുള്ളപ്പോഴാണ്. ഇനി അതല്ല, ഈ കാലഘട്ടത്തിലേക്കുള്ളതുപോലെ മുസ്ലിം ഭരണാധികാരി നിശ്ചയിച്ച ഒരുപാട് ഇമാമുമാരുണ്ടാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഓരോ നാട്ടിലും ജമാഅത്ത് നിസ്കാരങ്ങളുണ്ട്. ഈ സമയത്ത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും, ഈ സമയത്ത് ഇയാൾക്ക് ഒരു ഇമാം, അയാൾ വളരെ ഫാസിഖായ മുബ്തദിആയ പുത്തൻവാദമുള്ള ഒരു ഇമാമാണ് ഒരു സ്ഥലത്തുള്ളത്. എന്നാൽ ഇപ്പുറത്ത് നല്ല അഹ്ലുസുന്നത്തിന്റെ അഖീദയുള്ള ശുദ്ധമായ വിശ്വാസവും മൻഹജും ഒക്കെയുള്ള ആളുണ്ടെങ്കിൽ അയാൾക്ക് ഈ പറയുന്ന ആളെ ഉപേക്ഷിച്ചുകൊണ്ട് മറ്റേ ആളുടെ പിന്നിൽ പോകാം. കാരണം 2 ഓപ്ഷൻ അയാൾക്കുണ്ട്. അവിടെ അങ്ങനെ ഒരു ഭിന്നിപ്പ് കക്ഷിത്വം ഉണ്ടാകുന്നില്ല എങ്കിൽ അയാൾക്ക് ആ രൂപത്തിൽ ചെയ്യാം. പക്ഷേ ഒരൊറ്റ ഇമാമിന്റെ കീഴിൽ ഒരൊറ്റ നിസ്കാരമാണ് അവിടെ ഉള്ളത് എങ്കിൽ അതിൽ നിന്നും പിന്നിട്ട് നിൽക്കാൻ പാടില്ല എന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് സഹോദരങ്ങളെ അദ്ദേഹം സംസാരിക്കുന്നത് ആ ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെടുക, ഖുറൂജ് നടത്തുക എന്നുള്ളത് ഹറാമാണ് എന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നു, വമൻ ഖറജ അലാ ഇമാമിൻ മിൻ അഇമ്മത്തിൽ മുസ്ലിമീൻ വഖദ് കാന الناس اجتمعوا عليه واقروا بالخلافه باي وجه كان بالرضا أو الغلبة فشك هذا الخارج عسى المسلمين وخالف الآثار عن رسول الله صلى الله عليه وسلم فإن مات الخارج عليه مات ميتة جاهلية. ആരെങ്കിലും മുസ്ലിം ഭരണാധികാരികൾക്കെതിരെ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ, അതായത് ജനങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞാൽ, അതേത് രൂപത്തിലാകട്ടെ, ജനങ്ങളുടെ തൃപ്തിയോടുകൂടിയാകട്ടെ അല്ലെങ്കിൽ ജനങ്ങളെ കീഴ്പ്പെടുത്തിക്കൊണ്ട് അവിടെ ഭരണം സ്ഥാപിച്ച ഭരണാധികാരിയാകട്ടെ, ആ ഭരണാധികാരിക്കെതിരെ ആരെങ്കിലും പുറപ്പെട്ട് കഴിഞ്ഞാൽ അവൻ മുസ്ലിമീങ്ങളോട് ധിക്കാരം പ്രവർത്തിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളോട് ധിക്കാരം പ്രവർത്തിച്ചു, അതിനെതിരായിക്കൊണ്ട് അവൻ പ്രവർത്തിച്ചു. അങ്ങനെ ആ ഭരണാധികാരിയുടെ കീഴിൽ ബൈഅത്ത് ചെയ്താതെ അവൻ പുറത്തു പോയാൽ അവൻ ജാഹിലിയ മരണമാണ് വരിക്കുക എന്നാണ് ഇദ്ദേഹം
ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്താണ്. ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസ് എടുത്തുകൊണ്ട്, അതായത് ജമാഅത്തിനോടൊപ്പം നിൽക്കാതെ അതിൽ നിന്നൊരു ഷിബിർ, ഒരു ചാണ് പുറത്തു പോയാൽ അവൻ ജാഹിലിയ മരണമാണ് വരിക്കുക എന്ന് പറയുന്നത് അവരുടേതായ സംഘടനക്കൊക്കെ ഒപ്പിച്ചു പറയും. ആരെങ്കിലും സംഘടനയിൽ നിന്ന് പുറത്തു പോയാൽ, അപ്പൊ ജമാ എന്ന് പറഞ്ഞ വാക്കിന് സംഘം എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ, അത് സംഘടന എന്ന് മാറ്റി. ആരെങ്കിലും സംഘടനയിൽ നിന്ന് പുറത്തു പോയാൽ, ഒരു ചാണ് പുറത്തു പോയാൽ അവൻ ജാഹിലിയ മരണമാണ് വരിക്കുക എന്ന രൂപത്തിൽ പറഞ്ഞുകൊണ്ട് സംഘടനയിൽ എന്ത് തന്നെ തെറ്റായ നടപടികൾ ഉണ്ടായാലും അതിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കണം എന്ന രൂപത്തിൽ സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് നമ്മൾ ഈ വായിച്ച മുഴുവൻ ഹക്കുകളും അത് ഇസ്ലാമിക ലോകത്തുള്ള മുസ്ലിം ഭരണാധികാരികൾക്കുള്ള ഹക്കാണ്. അതല്ലാതെ പ്രാദേശികമായി ദീൻ എത്തിക്കുന്നതിന് വേണ്ടി അതിനൊരു എളുപ്പം എന്നുള്ള ഒരു മാധ്യമം എന്നുള്ള നിലക്ക് തുടങ്ങിയിട്ടുള്ള സംഘടനകൾക്കുള്ള ഹക്കല്ല. പലപ്പോഴും ഇത്തരം ഭരണാധികാരികൾക്കുള്ള ഈ ഹക്കുകളെല്ലാം തന്നെ അത്തരത്തിലുള്ള ആളുകൾ അവരുടെ പ്രാദേശിക സംഘടനകൾക്ക് പറയുന്നത് കാണാൻ സാധിക്കും. അതൊരിക്കലും ശരിയല്ല. അതായത് സംഘടനയുടെ ഓഫീസിൽ തന്നെ നിങ്ങൾ സക്കാത്ത് നൽകണം, എന്നാലേ നിങ്ങളുടെ സക്കാത്ത് ശരിയാകൂ എന്ന രൂപത്തിലാണ്. ഒരിക്കലും അങ്ങനെയല്ല. അത് ഇസ്ലാമിക ഭരണകൂടമുള്ളിടത്താണ് ഭരണാധികാരികൾക്ക് സക്കാത്ത് ഏൽപ്പിക്കൽ നിർബന്ധമായി തീരുന്നത്. അതുപോലെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ സംഘടനയിൽ പ്രവർത്തിക്കുകയോ പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്യാം. അതിൽ നിന്ന് പോകാൻ അനുവാദമുള്ള കാര്യമാണ്. അയാൾക്കതിൽ ശരീഅത്തിനോട് യോജിക്കാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അയാൾക്ക് ഞാൻ ഇനി ഇതിന് പ്രവർത്തിക്കുന്നില്ല എന്ന് തീരുമാനിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്ന കാര്യമാണ്. അയാൾക്ക് നിർബന്ധമുള്ള കാര്യമല്ല ഒരു നാട്ടിൽ ദീൻ അനുസരിച്ച് ജീവിക്കാൻ അല്ലെങ്കിൽ ദീൻ പ്രചരിപ്പിക്കാൻ ഇത്തരം സംഘടനകളിൽ ചേരുക എന്നുള്ളത് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമല്ല. എന്നാൽ മുസ്ലിം ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അയാൾക്ക് മുസ്ലിം ഭരണാധികാരിയുടെ കീഴിൽ ബൈഅത്ത് ചെയ്തുകൊണ്ട് അയാൾ നല്ലവനാണെങ്കിലും ദുർമാർഗിയാണെങ്കിലും അയാളുടെ കീഴിൽ അയാളുടെ പ്രജയായി ജീവിക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. അയാൾ നിന്നെ ഉപദ്രവിച്ചാലും അയാൾ നിന്റെ സ്വത്തുക്കൾ പിടിച്ചുകൊണ്ടുപോയാലും അയാൾക്കെതിരെ ഇറങ്ങി പുറപ്പെടാൻ പാടില്ല എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അത് മുസ്ലിം ഭരണാധികാരികളുടെ വിഷയത്തിലാണ്. അതല്ലാതെ ഏതെങ്കിലുമൊക്കെ സംഘടനയുടെ വിഷയത്തിലല്ല. ഖേദകരമാണ് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ രൂപത്തിൽ സംഘടനാപരമായ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാരണം ഇന്ന സംഘടന അത് ശരിയായ നിലക്കല്ല എന്നൊരാൾ ഖുർആനും സുന്നത്തും സലഫുകളുടെ ഉദ്ധരണികളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീട് അവനെതിരെ ഫയൽ ചെയ്യുന്നത്, അവനെതിരെ ആക്ഷൻ എടുക്കുന്നത് ഈ പറയുന്ന ഹദീസുകളൊക്കെ വായിച്ചുകൊണ്ടാണ്, ഈ പറയുന്ന ആയത്തുകളൊക്കെ ഓതിക്കൊണ്ടാണ്. ഒരിക്കലും അങ്ങനെയല്ല. മറിച്ച് സംഘടന എന്ന് പറയുന്നത് അത് നിബന്ധനകളോടുകൂടി അനുവദനീയമായ ഒരു നാട്ടിൽ നമുക്ക് ദഅവത്ത് പ്രചരിപ്പിക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലക്ക് മറ്റ് ശരീഅത്തിനോട് യോജിക്കാത്ത കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അനുവദനീയമായ ഒരു കാര്യം മാത്രമാണ്. അതിലൊരാൾക്ക് ചേരുകയോ ചേരാതിരിക്കുകയോ ചെയ്യാവുന്നതാണ്. അതൊരിക്കലും ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ ബൈഅത്ത് ചെയ്യുന്നത് പോലെയല്ല. ചില സംഘടനകളിൽ സഹോദരങ്ങള് ബൈഅത്ത് പോലുമുണ്ട്. അതായത് ആ സംഘടനയുടെ മെമ്പർഷിപ്പ് മാത്രമല്ല, മറിച്ചൊരു ബൈഅത്ത് ആ നൽകുന്ന സംഘടനകൾ പോലും ഉണ്ട്. അത് തീർച്ചയായും ബിദ്അത്താണ് എന്ന് സംശയമില്ല. ബൈഅത്ത് എന്ന് പറയുന്നത് ഇസ്ലാമിക ഭരണാധികാരികൾക്ക് മാത്രമാണ്. അതല്ലാത്ത ദഅവത്തിന് വേണ്ടിയോ മറ്റെന്തെങ്കിലും മുസ്ലിമീങ്ങളുടെ മസ്ലഹത്തിന് വേണ്ടിയോ പ്രവർത്തിക്കുന്ന സംഘടനകൾക്കോ സംഘങ്ങൾക്കോ ബൈഅത്ത് ഇല്ല. അത് ബിദ്അത്താണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.